തരക്കേടില്ല, എടുത്തോ. വാങ്ങുമ്പോൾ 5 പൈസ കൂടിയാലും തരക്കേടില്ല, തന്നേ. ഒരു സാധനം അതാ അവകാശം ചോദിക്കുമ്പോ എന്നാ അവധി നാളെയാണെങ്കിലും വേണ്ട, ഒരാഴ്ച അവധി തന്നേക്കാ. ഈ രൂപത്തിൽ വിശാലമായ കാഴ്ചപ്പാടുള്ളവൻ അവൻ അല്ലാഹു റഹ്മത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, കച്ചവടം ചെയ്യുന്നവർ മോശക്കാരല്ല. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാ. സത്യം മാത്രം പറഞ്ഞ് സത്യവാനായി വിശ്വസ്തനായി ബിസിനസ് നടത്തുന്നവൻ മഅൻ നബിയ്യീന, ആ ബിസിനസ്സുകാരൻ നബിമാരെ കൂടെയാണ്. വസ്സദ്ദീഖീന, സത്യവാന്മാരായ മഹാന്മാരെ കൂടെയാണ്. വശുഹദാ, ശുഹദാക്കളെ കൂടെയാണ്. ബിസിനസ് നടത്തുന്നവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനമുണ്ട്. പക്ഷേ സത്യസന്ധമായിരിക്കണം. ഒരിക്കലും അനധികൃതമായി ഒന്നും കയ്യിലേക്ക് വന്നു പോകരുത്. ഓ മുഅ്മിനീങ്ങളെ, ചതിച്ചുകൊണ്ട് കച്ചവടം നടത്തിയാൽ അവന്റെ കച്ചവടത്തിൽ ബറക്കത്തില്ല. കള്ള സത്യം ചെയ്തുകൊണ്ട് നടത്തിയാൽ തീരെ അത് ബറക്കത്തില്ല. തൽക്കാലം കിട്ടിയാലും പിന്നീട് അത് ഉപകരിക്കാത്ത വിധത്തിൽ നശിച്ചു പോകും. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. ഇതുപോലെ തൊഴിലെടുക്കുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലില്ലേ? തൊഴിലെടുക്കുന്നവർക്ക് പ്രചോദനം നൽകുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ. അധ്വാനിച്ച് ജോലിയെടുക്കുന്ന മുഅ്മിനായ മനുഷ്യനെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നു. ചെറുപ്പക്കാരെ, വെറുതെ നടക്കാൻ പാടില്ല. വെറുതെ നടക്കുമ്പോഴാണ്, പലപ്പോഴും പണിയില്ലാതിരിക്കുമ്പോഴാണ് റോട്ടുമല 2 കല്ലെടുത്ത് വെച്ചാൽ എന്താണ് എന്ന് തോന്നുക. അങ്ങനെയാണ് നാട്ടിൽ പ്രശ്നം ഉണ്ടാവുക. പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് 11 മണി 12 മണി കഴിഞ്ഞിട്ടും ഓവാലത്തിന്റെ മേലെ കുത്തിരിഞ്ഞിട്ട് കഥ പറയുക. അപ്പോഴാണ് അതിന്റെ അപ്പുറത്തുനിന്ന് എവിടുന്നോ ഒരു സ്ഥലത്ത് നിന്ന് എന്തോ ഒരു പൊട്ട് നടന്നാൽ പിറ്റേ ദിവസം നീ കുടുങ്ങുക. പറയട്ടെ, ജോലിയുള്ളവന് രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വന്ന് വിശ്രമിക്കേണ്ട സമയമാണ്. അവൻ ഇശാ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇശാ നിസ്കരിച്ച് ദിക്റും ചൊല്ലി അവനതാ ഹദാദും ചൊല്ലി കിടന്നുറങ്ങുകയാണ്. രാത്രി സമയത്ത് കിടന്നുറങ്ങാതെ ഇശായിന്റെ ശേഷം സംസാരിക്കുന്നത് വിരോധിച്ചതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന്റെ പേരാണ് സമർ എന്ന് പറഞ്ഞത്. അത് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചതാണ്. ഏത് നാട്ടിൽ ഏത് കുഴപ്പമുണ്ടോ ആ കുഴപ്പത്തിന്റെ ഏകദേശ ഉത്തരവാദിത്വങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ ഉപദേശം കേൾക്കാതെ പാതിരാ സമയത്ത് ഓവുചാലിന്റെ മേലെയും ഓവുപാലത്തിന്റെ മേലെയും റോട്ടിന്റെ മേലെയും ഇരുന്ന് അതാ സ്വറ പറഞ്ഞ് നേരം പോക്കുന്ന കക്ഷികളാണ്. റസൂലുള്ളാഹിന്റെ വാക്ക് സ്വീകരിക്കാത്ത കക്ഷികളാണ് നാട്ടിലുണ്ടാകുന്ന ഏകദേശ കുഴപ്പങ്ങൾക്കും കാരണമാകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെട്ട് ജീവിക്കാൻ ഒരുങ്ങിയാൽ ഇവിടെ എത്ര സമാധാനപരമായ അന്തരീക്ഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ ജോലിയെടുത്ത് ജീവിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ജോലിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്നവനെ അല്ലാഹ് ഇഷ്ടപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനിയും കണ്ടോ, മൻ അംസാ കാലൻ മിൻ അമലി യദിഹി അംസാ മഗ്ഫൂറൻ ലഹു. രാവിലെ മുതൽക്ക് പണിയെടുത്ത് ശരീരം അധ്വാനിച്ച് വിഷമിച്ച മനുഷ്യൻ വൈകുന്നേരമാകുമ്പോൾ അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടു പോയി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അധ്വാനിക്കുന്ന മനുഷ്യന്റെ പാപം അധ്വാനത്തിലൂടെ പൊറുക്കപ്പെടുകയാണ്. ഇനി നിങ്ങൾ കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ അതാ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നു. നല്ല ആരോഗ്യമുണ്ട്, നല്ല ഉന്മേഷമുണ്ട്, ജോറായിട്ട് പോവുകയാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്. ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ വഴിയിൽ അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനായെങ്കിൽ എത്ര നന്നായിരുന്നു. നല്ല ഉന്മേഷമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല ശരീരമുണ്ട്. ഇയാൾ നമ്മളെ ദീനീ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്നാണ് സഹാബത്ത് ചോദിക്കുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ശ്രദ്ധിച്ചോ, ഇൻകാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്. അയാൾ ഇപ്പോൾ പുറപ്പെട്ടു പോകുന്നത് അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടികളെ മഈശത്തിന് വേണ്ടി, മക്കളെ മഈശത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോവുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ തന്നെ അല്ലാഹുവിന്റെ വഴിയിലാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണ്. വഇൻ കാന ഖറജ യസ്ആ അലാ അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാഹ്. പ്രായം ചെന്ന ബാപ്പാനെയും ഉമ്മാനെയും ഉപ്പാപ്പാനെയും ഉമ്മാമയെയും അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ജോലിക്ക് പോകും.
പോവുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ തന്നെ അള്ളാന്റെ വഴിയിലാണ്, പടച്ചവന്റെ പ്രതിഫലത്തിലാണ്. അയാള് മക്കളെ പോറ്റാനല്ല, മക്കളില്ല, ഉമ്മയും ബാപ്പയും അതും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഈ അദ്ദേഹത്തിന്റെ സഹായം ആവശ്യമില്ല. പിന്നെ അയാൾ പോകുന്നത് എന്തിനാണ്? അദ്ദേഹത്തിന്റെ ശരീരം ഹലാലായ നിലക്ക്, അള്ള പൊരുത്തപ്പെട്ട നിലക്ക് ജീവിക്കണം. അതിന് യാചിക്കാതെ, കക്കാതെ, അതേ കളവ് നടത്താതെ, വഞ്ചിക്കാതെ അധ്വാനിച്ച് ജീവിക്കണം. അതിന്റെ പുറമെ അദ്ദേഹം ഒരു മനുഷ്യനല്ലേ, ആ മനുഷ്യന് വികാരങ്ങളില്ലേ, അപ്പൊ അദ്ദേഹത്തിന് ഹലാലായ നിലയ്ക്ക് വികാരശമനം നടത്തി ഭാര്യയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം. അങ്ങനെ ഭാര്യയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിന് വേണ്ടിയും അദ്ദേഹം അധ്വാനിക്കാൻ പോവുകയാണെങ്കിൽ അദ്ദേഹം അല്ലാഹുവിന്റെ വഴിയിൽ തന്നെയാണ്. ആ പോകുന്ന പോക്കിനൊക്കെയും പ്രതിഫലമാണ്, അദ്ദേഹത്തിന്റെ നടത്തത്തിന് പ്രതിഫലമാണ്, അധ്വാനത്തിന് പ്രതിഫലമാണ്. ഇനി അയാൾ പോകുന്നത് അതെന്തിനു വേണ്ടിയാണെങ്കിലും ശരി, മുസ്ലിയാര് വാദിന് വരുന്നത്, മറ്റവൻ വാദ് സംഘടിപ്പിക്കുന്നത്, വേറൊരുത്തൻ സ്ഥാപനം ഉണ്ടാക്കുന്നത്, മറ്റൊരാൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിന് പോരാട്ടം നടത്താൻ വേണ്ടി പോകുന്നത്, ഏത് വിഷയമാണെങ്കിലും ശരി, അത് എനിക്കൊന്ന് പവർ കിട്ടണമെന്ന നിലയ്ക്ക് പവർ കിട്ടാനാണെങ്കിൽ, ജനങ്ങൾക്കിടയിൽ ഞാനൊരു വലിയവനാണെന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ, അങ്ങനെ അള്ളാന്റെ പൊരുത്തമല്ലാത്തത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഏത് പ്രവർത്തനത്തിന് ഇറങ്ങുന്നതെങ്കിലും അവൻ ശൈത്താന്റെ വഴിയിലാണ് കേട്ടോ. പടച്ചവന്റെ നോട്ടം മനസ്സിലേക്കാണ്. മനസ്സ് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ? എന്നാൽ അവൻ അല്ലാഹുവിന്റെ വഴിയിൽ തന്നെ. അവന്റെ അധ്വാനം അവന്റെ ജീവിതത്തിനാണെങ്കിലും, അവന്റെ മക്കളെ ജീവിതത്തിനാണെങ്കിലും, ഏത് ജീവിതത്തിനാണെങ്കിലും അവന്റെ അധ്വാനം അതാ ഇഖ്ലാസോടെയാണെങ്കിൽ അത് പ്രതിഫലം തന്നെ. സുഹൃത്തുക്കളെ, ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒട്ടകപ്പുറത്തിങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പടത്തൊപ്പി നിലത്ത് വീണുപോയി. ആ പടത്തൊപ്പി പിന്നെ കാണുന്നില്ല. ഇത് വളരെയേറെ പാഠം പഠിക്കാനുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നന്നായി നിങ്ങൾ ശ്രദ്ധിക്കണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ പടത്തൊപ്പി വീണുപോയി. സുബ്ഹാനല്ലാഹ്, വളരെയേറെ മഹാനവറുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പടയങ്കിയാണത്. ആ പടയങ്കി നഷ്ടപ്പെട്ടു പോയപ്പോ വലിയ വിലക്കുള്ളതുമാണത്. സുബ്ഹാനല്ലാഹ്, അത് പിന്നീട് മഹാനായ അലി റളിയല്ലാഹു അൻഹു കൂഫയിലുള്ള ഒരു അങ്ങാടിയിൽ വെച്ച് ഒരാൾ വിൽക്കുന്നത് കാണുകയാണ്. തന്റെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ പടയങ്കി കൂഫയിൽ ഒരു അങ്ങാടിയിൽ വെച്ച് വിൽക്കുകയാണ്. ആരാ വിൽക്കുന്നത്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിം സഹോദരനായ യഹൂദിയാണ്. അലി ഇബ്നു അബീ താലിബ് ഭരണാധികാരിയാണ്. ആ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു യഹൂദിയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പടത്തൊപ്പി വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അലി ഇബ്നു അബീ താലിബ് കണ്ടപ്പോ, എന്റെ പടത്തൊപ്പിയല്ലേ ഇത്, അല്ലെങ്കിൽ എന്റെ പടയങ്കിയല്ലേ ഇത്? പറഞ്ഞു, അത് ഇന്ന രാത്രിയിൽ എന്റെ ഒട്ടകപ്പുറത്ത് വീണമതാണ് മോനെ, അതുകൊണ്ട് അത് എന്റേതാണ്, അതിങ്ങനെ നീ എനിക്ക് തരണം. ഉടനെ തന്നെ ഈ യഹൂദിയുടെ മറുപടി, നീതി ഇസ്ലാമിന്റെ നീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട്, ഇതെന്റേതാണ്, എന്റെ കൈവശത്തിലുമാണ്, എന്റേതാണ്, എന്റെ കൈവശത്തിലുമാണ്. അത് വല്ലാത്തൊരു വാക്കാണ്. എന്റേതാണെന്നത് വാദമാണ്, എന്റെ കൈവശത്തിലാണ് എന്നത് തെളിവാണ്. കാരണം കൈവശം എന്നതും ഒരു തെളിവിൽപ്പെട്ട ഒന്നാണല്ലോ. ഇപ്പൊ കൈവശാവകാശം ഒരു തെളിവാണല്ലോ. അതാണ് എന്റെ കൈവശത്തിലാണ് എന്ന് പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ കൈവശത്തിൽ ഇപ്പോഴുണ്ട് എന്നത് ശരി, പക്ഷേ നിനക്കത് കിട്ടിയത് ശരിയായ മാർഗത്തിലല്ല. ഇന്നമാഹിയത് റിഈ, അതെന്റെ പടയങ്കിയാണ്. ലമ്മബിഹാമിന്നഹദിൻ, ഒരാൾക്കും ഞാനത് വിറ്റിട്ടില്ല. വല മഹബുഹാലിയഹദിൻ, ഒരാൾക്കും ഞാനത് വെറുതെയും കൊടുത്തിട്ടില്ല. പിന്നെങ്ങനെ നിന്റേതാകുക? നിന്റെ കയ്യിലുണ്ട് എന്നത് ശരിയാണ്, പക്ഷെ ഞാൻ വിറ്റിട്ടില്ല, കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എന്റെ തന്നെയാണ്.
ഇവൻ ഉടനെ തന്നെ പറഞ്ഞു, ഈ യഹൂദി, എന്നാൽ ബൈനീ വ ബൈനക ഖാദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കൊരു ജഡ്ജിയുണ്ട്, ആ ജഡ്ജിയുടെ ഖാദിയുണ്ട്, ആ ജഡ്ജിയുടെ സമീപത്ത് നമുക്ക് പോകാം. അലി റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്, പക്ഷേ ഖാദിമാർ ഭരണാധികാരിക്ക് വേണ്ടി വിധിക്കൂല. ശരിയായ ഖാദി നീതിയോടുകൂടെ വിധിക്കും. അതല്ലേ മുസ്ലിമീങ്ങളെ ഖാദി. ഫഖാല അലിയുൻ അൻസഫ്ത ഫഹലുമ്മ ഇലൈഹി, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്, നമുക്ക് ജഡ്ജിയുടെ സമീപത്ത് പോകാം. ഇപ്പൊ നീ പറഞ്ഞ ഒരു നിഷ്പക്ഷമായ വാക്കാണ്, നീ പക്ഷപാതിത്വം പറഞ്ഞില്ല, നമുക്ക് ജഡ്ജിയുടെ സമീപത്ത് പോകാം. രണ്ടാളും ചെന്നതേത് ഖാദിയുടെ സമീപത്താണ്. ശുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാണ്. അലി ഇബ്നു അബീ താലിബിന്റെ ഭരണത്തിന് കീഴിലുള്ള ഖാദിയാണ്, ജഡ്ജിയാണ്. ചെന്നപ്പോൾ മഹാനായ ശുറൈഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ സ്ഥലത്ത് അവിടെ വിധി പറയുന്ന കോർട്ടിലെത്തിയപ്പോ ശുറൈഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ തഖൂലു യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായ അലി ഇബ്നു അബീ താലിബേ, നിങ്ങളെ കേസ് എന്താണ്? മഹാനവറുകൾ ചോദിച്ചു പറഞ്ഞു, എന്റെ പടയെങ്കി ഇദ്ദേഹത്തിന്റെ കൈവശത്തിൽ കാണുന്നു, അത് ഇന്ന രാത്രിയിൽ ഇന്ന സ്ഥലത്ത് വീണുപോയതാണ്, ഞാനത് വിറ്റിട്ടില്ല, വെറുതെ കൊടുത്തിട്ടില്ല, എന്റേതാണ് സാധനം. ഉടനെ തന്നെ ശുറൈഹ് റളിയല്ലാഹു അൻഹു അപ്പുറത്ത് നിൽക്കുന്ന ദിമ്മിയനോട്, യഹൂദിയോട് ചോദിക്കുന്നു, മാ തഖൂലു അൻത അയ്യുഹർ റജുലു, ഓ മനുഷ്യ, നീ എന്താ പറയുന്നത്? നിന്റെ വാദം എന്താണ്? കാരണം ഒരു തീരുമാനം പറയുന്ന വ്യക്തി ശരിക്കും രണ്ടാളുകളെയും വിചാരണ ചെയ്ത് രണ്ടാളിൽ നിന്ന് ശരിക്ക് കേട്ട് മനസ്സിലാക്കിയിട്ടല്ലാതെ ഒരു തീരുമാനം പറയാൻ പാടില്ല. അതല്ലേ നീതി. ബഹുമാനപ്പെട്ട ശുറൈഹ് റളിയല്ലാഹു അൻഹുവിനോട് ഈ യഹൂദിയുടെ മറുപടി, അദ്റുദരി വഹിയ ഫീ യദി, ഈ പടയെങ്കി എന്റേതാണ്, എന്റെ കൈവശത്തിലാണ്. വലാ തഹിമു അമീറൽ മുഅ്മിനീന ബിൽ കദിബി, അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ താലിബ് കള്ളം പറയൂന്ന് ഞാൻ പറയുന്നില്ല. അയാളെ മാന്യതയാണത്. അങ്ങനെയാണ് ഒരു നേതാവിന്റെ മുമ്പിൽ, ഒരു ജഡ്ജിയുടെ മുമ്പിൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ രണ്ടാൾ ഇരുന്ന് ചർച്ചയിൽ തർക്കം വരുമ്പോ മാന്യത കീപ്പ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. അതും പഠിക്കേണ്ടതുണ്ട്. ഒരാളെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ പരമാവധി അപ്പുറത്തുള്ളവരുടെ കുറ്റം എങ്ങനെ പറയുമെന്നാ മറ്റോ ചിന്തിക്കുക. അത് വിവരക്കേടാണ്, കൂടുതൽ അകന്നു പോകാൻ കാരണമാണ്. അതുപോലെ എന്തെങ്കിലും ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ് മധ്യസ്ഥന്റെ മുമ്പിൽ വരുത്താൻ എങ്ങനെ കഴിയുമെന്നാ ചിന്തിക്കുക. ആ പറയുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളുടെ മുറിവുകളാണ് വേറൊരു പ്രശ്നമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ എതിരാളിയെ പറ്റിയൊരു മധ്യസ്ഥന്റെ മുമ്പിൽ സംസാരിക്കാവൂ. പരമാവധി കുറ്റവും കുറവും പറയുന്നൊക്കെ കുറച്ചിട്ട് ആവശ്യം എന്താണെന്ന് മാത്രം പറയുന്നതാണ് മാന്യത. മറ്റ് പണ്ടെങ്ങാനുമുള്ള വിഷയങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ പറഞ്ഞ് വീണ്ടും പുണ്ണാക്കി മനസ്സുകൾ തമ്മിൽ അകറ്റുന്ന വിധത്തിൽ ഒരു ഖാദിയുടെ മുന്നിലോ മധ്യസ്ഥന്റെ മുന്നിലോ സംസാരിക്കുന്നത് സംസ്കാരമല്ല. അതേ സമയത്ത് വിഷയം പറയണം. ഇരിക്കട്ടെ, അതാ ഇത്രയേ പറഞ്ഞുള്ളൂ. ഞാൻ അദ്ദേഹം കളവ് പറയൂന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. സാധനം എന്റേതാണ്, എന്റെ കൈവശത്തിലാണ്. ശുറൈഹുൽ ഖാദി അലി ഇബ്നു അബീ താലിബ് തങ്ങളോട് പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, ലാ റൈബ ഇൻദി ഫീ അന്നക സാദിഖുൻ ഫീമാ തഖൂലുഹു യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ കള്ളത്തരം പറയൂല എന്ന് എനിക്കും അറിയാം. നിങ്ങളെ പടത്തൊപ്പില്ലാത്തൊരു പടയെങ്കിയല്ലാത്ത ഒന്നിനു നിങ്ങൾ വാദിക്കൂല എന്നും എനിക്കറിയാം. പക്ഷേ ഞാൻ ഖാദിയാണ്, അതുകൊണ്ട് രണ്ട് സാക്ഷി വേണം നിങ്ങൾക്ക് നിങ്ങളതാന്ന് തെളിയിക്കാൻ. കാരണം മൂപ്പര കൈവശത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് സാക്ഷിയുണ്ടോ എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം ഉണ്ട്, രണ്ട് സാക്ഷിയുണ്ട്. ആരാ? മൗലായ ഖംബറുൻ വ വലദി ഹസനുൻ, എന്റെ അടിമ ഖംബർ എനിക്കൊരു സാക്ഷിയാണ്, എന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവും സാക്ഷിയാണ്, ഇതെന്റേതാണ്. യസ്അദാനി ലി, രണ്ടാളും എനിക്ക് സാക്ഷി നിൽക്കും. ഉടനെ തന്നെ ശുറൈഹ് ഖാദി പറഞ്ഞു, വലാകിന്ന ശഹാദത്തിൽ ഇബ്നിhi ലാ തജൂസു യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ താലിബേ, സ്വന്തം മകൻ ബാപ്പാക്ക് വേണ്ടി സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കൂല. അലി ഇബ്നു അബീ താലിബിന് ഹസൻ റളിയല്ലാഹു അൻഹു സാക്ഷി പറഞ്ഞാൽ സ്വീകരിക്കൂല, മകൻ ബാപ്പാക്ക് വേണ്ടി സാക്ഷി പറഞ്ഞാൽ എടുക്കൂല. അലി റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, റജുലുൻ മിൻ അഹ്ലിൽ ജന്നത്തി ലാ തജൂസു ഷഹാദത്തുഹു, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പരിശുദ്ധൻ, ഇതെന്തൊരു അത്ഭുതമാണ്, സ്വർഗത്തിലാണ് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞ ചെറുപ്പക്കാരൻ സാക്ഷിക്ക് പറ്റൂലേ. അപ്പോഴാണ് ശുറൈഹുൽ ഖാദി തങ്ങളെ മറുപടി, അമ്മാ സമീത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ ഖാദി അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ചെറുപ്പക്കാര നേതാവാണ് ഹസനും ഹുസൈനും എന്ന് പറഞ്ഞില്ലേ? ആ ഹസൻ റളിയല്ലാഹു അൻഹു സാക്ഷിക്ക് പറ്റൂലേ? സുറൈഹ് റളിയല്ലാഹു അൻഹു മറുപടി, ബലായ അമീറുൽ മുഅ്മിനീൻ, അതൊക്കെ റസൂലുള്ള പറഞ്ഞത് എനിക്കറിയാം, പക്ഷേ ഗൈറ അന്നീ ലാ ഉജീസു ശഹാദത്തുൽ വലദി ലിവാലിദിഹി, ബാപ്പാക്ക് മകൻ സാക്ഷി പറഞ്ഞാൽ ഒരു കോടതിക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഇത് നിങ്ങൾ ബാപ്പയായി പോയി വേറൊരാൾക്ക് വേണ്ടി പറഞ്ഞാ ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാ സ്വീകരിക്കൂല. അലി റളിയല്ലാഹു അൻഹു അപ്പോൾ ഈ അമുസ്ലിമായ ജൂതനിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, മോനെ പടയെങ്കിലും കൊണ്ട് നീ പോയിക്കോ, എനിക്ക് ഇതല്ലാത്ത വേറെ സാക്ഷി ഇല്ല. പടയെങ്കി എന്റെ തന്നെ, ഇതല്ലാത്തൊരു സാക്ഷി എനിക്ക് വേറെ ഇല്ല. ഇവിടെ പടയെങ്കിലും കൊണ്ട് നീ പോയിക്കോ. സുഹൃത്തുക്കളെ, കോടതി ഒരു തീരുമാനമെടുത്താൽ സത്യം നമ്മളെ പക്ഷത്താണെങ്കിലും നിയമത്തെ അംഗീകരിക്കണം. നിയമം കയ്യിലെടുത്ത് പിന്നെ അയാളെങ്ങനെയുണ്ട് കുത്താനെന്ന് നോക്കരുത്, അയാളെങ്ങനെയുണ്ട് ബോംബറിയാനെന്ന് നോക്കരുത്. എന്റേത് കൈവശപ്പെടുത്തിയതല്ലേ അയാൾ മനഃപൂർവ്വം എന്നതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകണം, ഇല്ലെങ്കിൽ നാട് കുട്ടിച്ചോറാകും, രാജ്യത്തുള്ള സമാധാനം നഷ്ടപ്പെടും. അത് നമുക്ക് നമ്മുടെ നേതാക്കന്മാര് പഠിപ്പിക്കുകയാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അത് കൊണ്ടുപോയിക്കോ, എനിക്ക് വേറെ സാക്ഷിയില്ല. അപ്പോഴതാ ഈ അമുസ്ലിമായ ജൂതന്റെ മനസ്സ് മാറുന്നു. അയാൾ പറയുന്നു, വലാകിന്നി അശ്ഹദു ബിഅന്ന ദർഅലക യാ അമീറൽ മുഅ്മിനീൻ, ഇത് നിങ്ങളതാണ് എന്നതിന് വേറൊരു സാക്ഷിയും കൂടി ഉണ്ട്. അതാരാ? ഞാൻ തന്നെ. കാരണം ഇത് നിങ്ങളാണ്, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ്, ഇത് നിങ്ങളതാണ് അമീറുൽ മുഅ്മിനീൻ. അത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതാ പറയുകയാണ്, പടത്തൊപ്പി പടയങ്കി അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ യുഖാദീനി അമാമ ഖാദീഹി. ഇതെന്തൊരു പ്രസ്ഥാനമാണ്, ഈ ഇസ്ലാം എന്തൊരു പ്രസ്ഥാനമാണ്. ഇവിടുത്തെ ഭരണാധികാരി ജഡ്ജിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ജഡ്ജിന്റെ മുമ്പിൽ കൃത്യമായ സാക്ഷി ഇല്ലാത്തതുകൊണ്ട് എന്റെ കാര്യത്തിൽ അതാ എനിക്ക് അനുകൂലമായി ഖാദി വിധിച്ചപ്പോ, ജഡ്ജി വിധിച്ചപ്പോ ഒരു കംപ്ലൈന്റും ഇല്ലാതെ വസ്തു എനിക്ക് വിട്ടുതരികയല്ലേ ഭരണാധികാരി. വഖാദിഹി യഖ്ദീലി അലൈഹി, ഭരണാധികാരിക്കെതിരെ ജഡ്ജി വിധിക്കുകയല്ലേ, എന്നിട്ട് എനിക്കത് കിട്ടുകയല്ലേ. അശ്ഹദു അന്നദ്ദീനല്ലദീ യഅ്മുറു ബിഹാദാ ലഹഖ്, ഈ ആശയം പഠിപ്പിക്കുന്ന മതം അത് സത്യമാണെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മുസ്ലിമായ ജൂതൻ മുസ്ലിമായി പോയി. ഇസ്ലാം മതം മഹാന്മാര് പ്രചരിപ്പിച്ചത് ഇങ്ങനെയാണ്, കുഴപ്പം കൂടിയിട്ടല്ല, നീതി പുലർത്തിയിട്ടാണ്. ഓ മുഅ്മിനീങ്ങളെ, മാനവികതയെ ഉണർത്തേണ്ടതുണ്ട്, മാനവികതയെ ഉണർത്തേണ്ടതുണ്ട്. അതിനാണ് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അതാ കേരള യാത്ര നടത്തുന്നത്. ഇസ്ലാം മാനവികതയുടെ മതമാണ്, മാനവികതയെ ഉണർത്തേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഏലം അയ്യുഹൽ ഖാദി, ഓ ഖാദി, അത് അദ്ദേഹത്തിന്റെ അതേ അലി ഇബ്നു അബീ താലിബിന്റെ അമീറുൽ മുഅ്മിനീന്റെ പടയങ്കിയാണ്. ഞാനിങ്ങനെ ഇവരെ സൈന്യം പോകുമ്പോൾ പിന്നാലെ പോയതാണ്, സിഫീനിൽ അങ്ങനെ എത്തുമ്പോ ഇതങ്ങ് വീണുപോയി. അപ്പൊ ഞാൻ എടുത്തു വെച്ചതാണ്, ഇത് അദ്ദേഹത്തിൻ്റെതാണ്. ഞാനും നിങ്ങളെ കൂടെ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഏതായാലും നീ സത്യം അംഗീകരിച്ചല്ലോ, അതിനാൽ എന്റെ ഈ പടയങ്കി നിനക്ക് ഞാൻ വെറുതെ തന്നിരിക്കുന്നു. പടയങ്കിയുടെ കൂടെ എന്റെ കുതിരയെയും നിനക്ക് തന്നിരിക്കുന്നു. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ സന്തോഷത്തോടെ സമ്മാനം കൊടുക്കുന്നു. കാലം കുറെ കഴിഞ്ഞപ്പോൾ അലി ഇബ്നു അബീ താലിബ്
ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്നും പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഇറങ്ങിയപ്പോ അത് അക്കാലം മുതലേ ഉള്ള പതിവാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്ന വാദം അത് റസൂലുള്ളാഹിന്റെ സഹാബത്ത് മുതലേ പുത്തൻവാദികൾ ഉന്നയിച്ചതാണ്. അങ്ങനെ ഖവാരിജികൾ ആ വാദവും കൊണ്ടുവന്നപ്പോ അവരോട് അലി ഇബ്നു അബീ താലിബിന് പോരാടേണ്ടി വന്നു. ആ പോരാട്ടത്തിൽ ഈ മനുഷ്യനും മുൻപന്തിയിലുണ്ടായിരുന്നു. അപ്പൊ ഇസ്ലാം നീതിയുടെ പ്രസ്ഥാനമാണ്. ആ നീതിയിലൂടെയാണ് ഇസ്ലാമിന്റെ പ്രചരണം നടന്നത്. അല്ലാഹുവേ, ഇസ്ലാമിനെ ഹഖായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا رب, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ ഹളറത്തിൽ നീ എത്തിക്കണം റഹ്മാനേ. റബ്ബേ, ഈ ഞങ്ങളുടെ ഈ മതപ്രഭാഷണം അത് തീരുന്നത് വരെ സന്തോഷത്തോടെ നീ പൊരുത്തപ്പെട്ട നിലക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളെ ഈ അമലുകളെല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. റഹ്മാനായ റബ്ബേ, ഒരുപാട് രോഗികളുണ്ട്, ഐസിയുവിൽ കിടക്കുന്ന രോഗികളുണ്ട്, കരളിന്റെയും കിഡ്നിയുടെയും രോഗങ്ങൾ വിഷമം പറഞ്ഞവരുണ്ട്, ശ്വാസം മുട്ടിന്റെയും കൈകാലിന്റെയും വേദനകൾ പറഞ്ഞവരുണ്ട്, നെഞ്ഞുവേദനയും വിവിധ രോഗങ്ങൾ പറഞ്ഞ് പലരും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാം, ഒന്നിലധികം കുട്ടികൾ, വയറ്റിലുള്ള ഗർഭിണി, ആ ഗർഭിണിയുടെ പ്രയാസം വിളിച്ച് അറിയിച്ചിട്ടുണ്ട് വിദേശ രാജ്യത്ത് നിന്ന്. അല്ലാഹുവേ, എല്ലാവരുടെയും സർവ്വ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനേ. രോഗികളെ രോഗങ്ങൾ എന്ത് രോഗമാണെങ്കിലും നീ സുഖപ്പെടുത്തണം റഹ്മാനേ. റബ്ബേ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. അകന്നു നിൽക്കുന്ന ഭാര്യയുമായും അകന്നു നിൽക്കുന്ന ഭർത്താക്കന്മാരുമായും സന്തോഷകരമായ കുടുംബ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് നീ സന്തോഷകരമായ ഇണക്കമുള്ള ജീവിതം നൽകണേ റഹ്മാനേ. ലൈസൻസിന്റെയും ഇഖാമയുടെയും അതുപോലെ പാസ്പോർട്ടിന്റെയും വിസയുടെയും ഒക്കെ പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്, എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനേ. കുടുങ്ങിപ്പോയ വസ്തുക്കളും പണങ്ങളുമൊക്കെ അവകാശികൾക്ക് നീ തിരിച്ചു കൊടുക്കണം റഹ്മാനേ. ജോലിയെടുക്കുന്നവരുടെ ജോലികളിലും ബിസിനസ് നടത്തുന്നവരുടെ ബിസിനസ്സുകളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. വിദേശ രാജ്യങ്ങളിൽ പോകുന്നവരുണ്ട്, ഇന്നലെ പങ്കെടുത്ത് ഇന്ന് പോയവരുണ്ട്, ഇനിയും ഇടക്കിടക്കും പിന്നെയും പോകുന്നവരുണ്ട്, പോയവരുണ്ട്. എല്ലാവർക്കും നിന്റെ കാവൽ നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ഈ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാൻ റബ്ബേ കൂളർ തന്ന മൂസഹാജിയും ബന്ധപ്പെട്ടവരുമുണ്ട്. അവർക്ക് നീ നിന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കണേ റഹ്മാനേ. റബ്ബേ, ഈ പള്ളിയിലേക്ക് വെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സ്ഥലം തരാമെന്ന് ഏറ്റവരുണ്ട്. അവർക്ക് നീ സ്വർഗത്തിൽ സ്ഥലം കൊടുക്കണം റഹ്മാനേ. റബ്ബേ, അത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനേ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മഈശത്തിന്റെ വഴിയിൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ നീ ഏറ്റെടുത്ത് പരിഹരിക്കണം റഹ്മാനേ. റബ്ബേ, കൈകാലുകളുടെ വേദന കൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്, അതുപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, നീ സുഖപ്പെടുത്തണം റഹ്മാനേ. ആശുപത്രിയിലുള്ള മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മൂസ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ മകളുടെ എല്ലാ രോഗങ്ങളും നീ പ്രയാസങ്ങളും നീ നീക്കിക്കൊടുക്കണം റഹ്മാനേ. ഗർഭിണികളായ സ്ത്രീകൾക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും തഖ്വയോടെ ജീവിക്കാൻ തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളാരും അമ്പിയാക്കളല്ല, മലക്കുകളല്ല. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയവരാണ്. ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് നൽകി നീ റഹ്മത്തിന്റെ നോട്ടം നോക്കണേ റഹ്മാനേ. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله.
أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان ولا بشيء من نعمك ربنا نكذب فلك الحمد صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ബഹുമാന്യരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സിഫത്ത്, അല്ലാഹുവിൻ്റെ പരിശുദ്ധ നാമം അർ-റഹ്മാൻ, വിപുലവും വിശാലവുമായി സർവ സൃഷ്ടികൾക്കും അനുഗ്രഹം ചെയ്യുന്നവൻ എന്ന് അർത്ഥം കുറിക്കുന്ന മഹത്തായ നാമം കൊണ്ട് ആരംഭിച്ച് ആ പേരിൽ അറിയപ്പെടുന്ന അനുഗ്രഹങ്ങൾ എണ്ണിപ്പറയുന്ന, അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സൂറത്തുർ റഹ്മാൻ നാം ഇന്നലെയും മിനിഞ്ഞാന്നും അതിൻ്റെ ആദ്യ ഭാഗത്തിൽ നിന്ന് കുറഞ്ഞത് നാം സംസാരിച്ചു. ഇനിയും എത്രയോ ആ പറഞ്ഞത് തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഇനിയും എത്രയോ പറയാനുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു ഒറ്റ വാചകം അത് തന്നെ വിശദീകരിക്കാൻ എത്രയോ ദിവസങ്ങൾ വേണം, സമയങ്ങൾ വേണം എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ ഈ പരിപാടി അല്ലാഹു പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ഉണർത്തി ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കും. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു. ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അറിയിക്കുന്ന, അവിടുന്ന് സത്യപ്രവാചകരാണെന്ന് അറിയിക്കുന്ന അടയാളമാക്കി അല്ലാഹു തആല വെച്ചു. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു, അവന്
വിവരണം അല്ലാഹു തആല പഠിപ്പിച്ചു. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും എല്ലാം അവന്റെ കണക്കനുസരിച്ച് മാത്രം അത് നിൽക്കുന്നു, നീങ്ങുന്നു എന്ന് പഠിപ്പിച്ചതിന് ശേഷം വൻ നജ്മു വശ്ശജറു യസ്ജുദാൻ, വള്ളികളും ചെടികളും അതുപോലെ മരത്തണ്ടുള്ള വൃക്ഷങ്ങളും എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെടുന്നു, അള്ളാഹുവിന് അനുസരിക്കുന്നു, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചു. വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ, ആകാശത്തെ അല്ലാഹു തആല ഉയർത്തിവെച്ചു. വവളഅൽ മീസാൻ, അല്ലാഹു തആല നീതിയെ സ്ഥാപിച്ചു. എല്ലാ വസ്തുക്കൾക്കും എല്ലാ വിഷയത്തിനും അല്ലാഹു തആല നീതിയെ സ്ഥാപിച്ചു. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, തൂക്കപ്പെടുന്ന വിഷയങ്ങളിൽ അതുപോലെ നൽകപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല, നിങ്ങൾ ആരുടേതും അനധികൃതമായി എടുക്കാൻ പാടില്ല. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത്, നീതിപൂർവകമായി നിങ്ങൾ അതേ തൂക്കത്തെ നിലനിർത്തണം. വലാ തുഖ്സിറുൽ മീസാൻ, തൂക്കപ്പെടുന്ന വസ്തു ചുരുക്കിക്കളയാൻ പാടില്ല. ഏത് വിഷയവും പരിപൂർണമായ നീതിയിൽ അധിഷ്ഠിതമായി മാത്രം നീങ്ങണം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. അതുവരെയുള്ള ഭാഗമാണ് അല്പം നമ്മൾ സംസാരിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ വലിയ ഒരു പ്രത്യേകതയായി നൽകിയ ഒരു വിഷയമാണ് വിശേഷബുദ്ധി എന്ന് പറയുന്നത്. ആ വിശേഷബുദ്ധി കൊണ്ട് ഏതൊരു വിഷയത്തെയും തൂക്കി നോക്കാൻ മനുഷ്യന് സാധിക്കണം. വേറെ ജീവികൾക്കൊന്നും അല്ലാഹു തആല വിശേഷബുദ്ധി നൽകിയിട്ടില്ല. ആ ജീവികൾക്കൊന്നും അടിസ്ഥാനപരമായി അതിൻ്റെ സൃഷ്ടിപ്പ് കൊണ്ട് ലക്ഷ്യവും ഇല്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് കാണുന്ന പശു, ആട്, ഒട്ടകം തുടങ്ങിയ ജീവികൾ, ഇനി സസ്യങ്ങൾ, മത്സ്യങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ എല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ലോകസൃഷ്ടാവായ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പശുവിന്റെ പാല് സ്വന്തം കുട്ടി കുടിക്കുമ്പോൾ ആ കുട്ടിയെ പിടിച്ചു മാറ്റി പശുവിന്റെ പാല് കറന്നെടുത്ത് മനുഷ്യൻ കുടിക്കുന്ന സമയത്ത് അത് അക്രമമാണെന്ന് ആരും പറയാത്തത്. അതുകൊണ്ട് തന്നെയാണ് കടലിലൂടെ നീന്തിക്കളിച്ചുകൊണ്ടിരിക്കുന്ന, കടലിലൂടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തെ പിടിച്ച് കരക്കിട്ട് അത് ജീവൻ പോയതിനു ശേഷം മനുഷ്യൻ തിന്നുമ്പോൾ അത് അക്രമമാണ് എന്ന് ആരും പറയാത്തത്. ഇവിടെയുള്ള എല്ലാ ജീവികളെയും എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ് എന്നതുകൊണ്ടാണ്. ആ ജീവികൾക്കൊന്നും തന്നെ ജീവിതത്തിൽ നീതിയും നിയമവും സത്യസന്ധതയും അതുപോലെ സംസ്കാരവും നമുക്ക് കാണാൻ സാധ്യമല്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു പശു അല്ലെങ്കിൽ ഒരു പോത്ത് അതിനെ ക്ഷണിച്ച സ്ഥലത്ത് വെച്ച് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന സിദ്ധാന്തം ഒരു മൃഗത്തിന് ഇല്ല. അതേസമയത്ത് മനുഷ്യൻ ക്ഷണിക്കപ്പെടാത്ത ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. ഇനി ഏതെങ്കിലും സ്ഥലത്ത് പൊതുവായ ക്ഷണം സ്വീകരിച്ച് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിറങ്ങുകയാണെങ്കിൽ എന്റെ ബില്ലെത്രയാണെന്ന് ചോദിച്ച് മനുഷ്യൻ ബില്ലടക്കും. ഇല്ലാതെ വേറൊരു മനുഷ്യന്റെ ഭക്ഷണം കഴിക്കാൻ മനുഷ്യൻ താല്പര്യപ്പെടുകയില്ല. അത് മനുഷ്യത്വമാണ്. അതേസമയത്ത് ഒരു കാളക്ക്, ഒരു പോത്തിന്, ഒരു ആട്ടിന് എന്നെ ക്ഷണിച്ച സ്ഥലത്ത് നിന്ന് മാത്രമേ ഞാൻ പുല്ല് തിന്നുകയുള്ളൂ എന്ന കണക്കില്ല. എവിടെയെങ്കിലും വെച്ച് ഭക്ഷണം കഴിച്ചിറങ്ങിപ്പോരുമ്പോൾ ഏതെങ്കിലും ഒരു കാള എന്റെ ബില്ലെത്രയാണ് എന്ന് ചിന്തിക്കുകയില്ല, അന്വേഷിക്കുകയില്ല. കാരണം അതിന് വിശേഷ ബുദ്ധിയില്ലാത്തത് കൊണ്ട് തന്നെ അത് അക്രമമായി കഴിക്കുന്നത്, അനധികൃതമായത് അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ടത് എന്ന വിവേചനം മൃഗങ്ങൾക്ക് ഇല്ല, അതുപോലുള്ള ജീവികൾക്ക് ഇല്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ പരിപൂർണമായി നീതി പുലർത്തി ജീവിക്കേണ്ടവനാണ്. ബഹുമാനപ്പെട്ട
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ വെച്ച് ഓതിക്കേൾപ്പിക്കാൻ ഒരായത്ത് നിർദ്ദേശിക്കുകയുണ്ടായി. അനീതി നടമാടിയ ഒരു കാലഘട്ടത്തിലാണ് അത് നിർദ്ദേശിച്ചത്. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് ചില പണ്ഡിതന്മാർ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇന്നലെ നാം അവസാനത്തിൽ ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഭരണം നടത്തുന്ന സമയത്ത് ജഡ്ജിയായി നിശ്ചയിച്ച സുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പടയങ്കി മറ്റൊരു അമുസ്ലിം സഹോദരൻ അനധികൃതമായി എടുത്തത് ബോധ്യപ്പെട്ടിട്ട് പോലും 2 സാക്ഷികളെ ഹാജരാക്കാൻ സാധിക്കാത്തതിനാൽ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഒന്ന് സ്വന്തം മകനായിപ്പോയി. അതുകൊണ്ട് സാക്ഷിക്ക് ഇസ്ലാമിക ദൃഷ്ടിയിൽ ബാപ്പയ്ക്ക് വേണ്ടി മകൻ സാക്ഷി പറഞ്ഞാൽ എടുക്കുകയില്ല. അതുകൊണ്ട് ആ സാക്ഷി കോടതി തള്ളിയപ്പോൾ ആ അമുസ്ലിം സഹോദരന് എന്റേതാണ് ഈ പടയെങ്കി എന്നുറപ്പുള്ളതോടുകൂടെ രാഷ്ട്രത്തിന്റെ തലവനും ഭരണാധികാരിയും ആയിരിക്കുന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിന് കോടതി വിധി അനുസരിച്ച് പടയെങ്കി വിട്ടുകൊടുത്തു. കാരണം നീതിപൂർവകമായൊരു ഭരണം നടക്കുമ്പോൾ അവിടെ സാക്ഷി വിസ്താരം നടത്തി വിധി പറയുക, അതുപോലെ ഓരോരുത്തരുടെയും അവകാശങ്ങളും തെളിവുകളും നോക്കി വിധി പറയുക എന്നല്ലാതെ ഒരിക്കലും ഒരു ഭരണകൂടത്തിന് സാധ്യമല്ല എന്ന നിലക്ക് അത് അംഗീകരിച്ച അങ്ങേയറ്റത്തെ നീതിമാനായ ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വെറുതെ ഉണ്ടായ ചില വ്യക്തിവിരോധങ്ങളുടെ പേരിലും ചില തെറ്റിദ്ധാരണകളുടെ പേരിലും മനസ്സുകൊണ്ട് അകന്ന ചില ആളുകൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെതിരെ പള്ളിയിലെ മിമ്പറിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇനിമേലിൽ ഒരു പള്ളിയിലും അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരക്ഷരം മിണ്ടിപ്പോകരുത്, അതിന് പകരം നിങ്ങൾ ഒരായത്തോതണം മിമ്പറിൽ വെച്ച് എന്ന് നിർദ്ദേശിച്ചു. ആ ആയത്താണ് ഇന്നും പള്ളിയുടെ മിമ്പറിൽ വെച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അല്ലാഹു തആല നീതി കൊണ്ട് കൽപ്പിക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നന്മ ചെയ്യണം എന്ന് അല്ലാഹു തആല കൽപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ, അത് തന്നെ ആത്മാർത്ഥമായ പ്രവർത്തനം. വഇതാഇ ദിൽ ഖുർബ, കുടുംബങ്ങളെ പരിഗണിക്കണം. കുടുംബപരമായും അയൽവക്കപരമായും അടുത്തു നിൽക്കുന്ന ആളുകളുണ്ട്, ആ അടുത്തിട്ടുള്ള ആളുകൾക്ക് കൊടുക്കണം. അതേ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിഷിദ്ധമായ കാര്യങ്ങൾ, വഷളായ കാര്യങ്ങൾ അല്ലാഹു തആല വിരോധിക്കുകയാണ്. മറ്റൊരാളുടെ മുന്നിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അശ്ലീലങ്ങൾ അറിയാമല്ലോ, അതൊക്കെയും അല്ലാഹു വിരോധിക്കുകയാണ്. അശ്ലീലം എന്ന പേരിൽ മുമ്പ് നാം ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു ദിവസം പ്രസംഗം നടത്തിയിട്ടുണ്ട്. കേൾക്കാത്തവർ അതിന്റെ CD അല്ലെങ്കിൽ MP3 വാങ്ങി കേൾക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, കണ്ടില്ലേ നിങ്ങൾ, മഹാനായ വാബിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് കയറി വരുന്നു. വാബിസ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു, യാ വാബിസ് ജീത തസ്അലു അനിൽ ബിർരി വൽ ഇസ്ം, നീ വന്നത് എന്താണ് പുണ്യകാര്യം എന്ന് ചോദിക്കാനല്ലേ? വൽ ഇസ്മി, തെറ്റായ കാര്യം എന്താണെന്ന് ചോദിക്കാനല്ലേ? എന്താണ് നല്ല കാര്യം, എന്താണ് പുണ്യകരമായ കാര്യം, ഇത് ചോദിക്കാനല്ലേ നീ വന്നതെന്ന് മനസ്സിന്റെ ഉള്ളിലുള്ളത് നോക്കിക്കൊണ്ട് അതാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അവിടുത്തേക്ക് ആവശ്യമുള്ളതെല്ലാം അതേ ശിഷ്യന്മാരുടെ മനസ്സിലുള്ള വികാരങ്ങൾ വരെ അല്ലാഹു ജല്ല ജലാലുഹു അറിയിച്ചു കൊടുത്തിരുന്നു. അങ്ങനെയാണ് ചോദിച്ചതാ, നീ വന്നതൊരു ചോദ്യം ചോദിക്കാനല്ലേ? അത് ഈ ചോദ്യമല്ലേ, എന്താണ് പുണ്യം,
എന്താണ് തിന്മകൾ, എന്താണ് തെറ്റുകളെന്ന് ചോദിക്കാനല്ലേ? വാബിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഞാൻ അതിന് തന്നെയാണ് വന്നത്. ആ സമയത്ത് പറഞ്ഞു കൊടുത്തു, അൽ ബിർറു, എന്താണ് പുണ്യകാര്യമെന്നറിയോ? മത്മഅന്നത്തി ഇലൈഹിൻ നഫ്സു, നിന്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യം. മനസ്സിനത് ചെയ്താൽ മനസ്സിനൊരു സമാധാനമാണ്. അങ്ങനെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യം പുണ്യകർമ്മമായിരിക്കും. അതേ സമയത്ത് വൽ ഇസ്മു മാ ഹക ഫിൻ നഫ്സി, നിന്റെ മനസ്സിന് ചൊറിയുണ്ടാക്കുന്ന കാര്യം, മനസ്സാക്ഷി കുത്തുണ്ടാക്കുന്ന കാര്യം, കൈക്കൂലി വാങ്ങിയാൽ മനസ്സാക്ഷി കുത്താണ്. അതേ മറ്റൊരാളെ അദ്ദേഹം അറിയാതെ കുറ്റം പറഞ്ഞാൽ മനസ്സാക്ഷി കുത്താണ്. അതുപോലെ തന്നെ ഏഷണി പറഞ്ഞിട്ട് രണ്ടാളെ തെറ്റിച്ചാൽ പിന്നെ നിന്റെ മനസ്സിന് മനസ്സാക്ഷി കുത്താണ്. ചീത്ത പറഞ്ഞു പോയാൽ പിന്നെ നിന്റെ മനസ്സിന് മനസ്സാക്ഷി കുത്താണ്. അങ്ങനെ തുടങ്ങി ഒരാൾ ക്ഷണിച്ചിട്ട് പോകാതിരുന്നാൽ, കല്യാണത്തിന് പോകാതിരിക്കുമ്പോൾ നിനക്ക് വലിയ ജോറായി തോന്നി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പോയില്ലെങ്കിലും കല്യാണം നടന്നില്ലേ, പിന്നെ മനസാക്ഷി കുത്താണ്. ഇതുപോലെ തന്നെ ഒരാൾ വന്നിട്ട്, നാട്ടിലൊരു പ്രധാനപ്പെട്ട ഒരാൾ വന്ന് നിന്നോടൊരു കലക്ഷൻ ചോദിച്ചപ്പോ നീ കൊടുത്തില്ല, കൊടുക്കാതിരിക്കുമ്പോൾ നീ വാശിയോടെ കൊടുത്തില്ല. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ കാര്യം ഏതായാലും നടന്നു കഴിഞ്ഞില്ലേ, കൊടുക്കാത്തത് മോശമായി, പിന്നെ മനസാക്ഷി കുത്താണ്. ഇങ്ങനെ മനസാക്ഷി കുത്തുണ്ടാക്കുന്ന ഏത് പുരുഷനും ഏത് സ്ത്രീയും, ഓ സഹോദരിമാരെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ് മനസ്സാക്ഷി കുത്തുണ്ടാക്കുന്ന കാര്യം തെറ്റാണ്. ഭർത്താവ് അറിയാതെ, ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനെ ടെലിഫോണിൽ വിളിച്ചാൽ നിന്റെ മനസ്സിനത് ചൊറിയാണ്, നിന്റെ മനസ്സിനത് മനസ്സാക്ഷി കുത്താണ്. ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യന്റെ ടെലിഫോൺ നമ്പർ നിന്റെ മൊബൈൽ ഫോണിൽ നീ കയറ്റി വെച്ചാൽ, സേവ് ചെയ്ത് വെച്ചാൽ, അത് പിന്നീട് നിനക്ക് മനസ്സാക്ഷി കുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞു, എന്താണ്? ഒരു മനുഷ്യൻ അറിയുന്നത് നീ വെറുക്കുന്ന കാര്യം തെറ്റാണ്. ഒരു മനുഷ്യൻ അറിയുന്നത് നീ വെറുക്കുന്നു. നീ ഒരു അന്യ സ്ത്രീയുമായി കുറെ സംസാരിച്ചു, അത് മറ്റൊരാൾ അറിയുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം അതൊരു തെറ്റാണ്. നീ ഒരു അന്യപുരുഷനുമായി, നീ ഒരു അന്യപുരുഷനുമായി ബാപ്പ അറിയാതെ, ഉമ്മ അറിയാതെ, അതാ ഒരു പെൺകുട്ടി മറ്റൊരന്യപുരുഷനുമായി ബന്ധത്തിലേർപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ബാപ്പ അറിയരുത്, ആങ്ങൾ അറിയരുത്, കുടുംബങ്ങൾ അറിയരുത്. ഈ നിലക്ക് ഒരു ചെറുപ്പക്കാരന് കത്തയച്ചു, അല്ലെങ്കിൽ അവനെ ഒന്ന് ടെലിഫോൺ ചെയ്തു, അല്ലെങ്കിൽ അവനുമായി ഒന്ന് സംസാരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു, തെറ്റാണ്. കാരണം മറ്റൊരാൾ അറിയരുതെന്ന് നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് വിശദമായി സംസാരിക്കുന്നില്ല. പിന്നീട് അവസരം കിട്ടിയെങ്കിൽ അപ്പോൾ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ആരാണോ മനുഷ്യന്റെ മനസാക്ഷിക്കുത്തുള്ള കാര്യം, അവനവന്റെ മനസാക്ഷിക്കുത്തുണ്ടാക്കുന്ന കാര്യം ചെയ്യുന്നത്, സുബ്ഹാനല്ലാഹ്, തൽക്കാലം മദ്രസ കമ്മിറ്റിയുടെ ക്യാഷുണ്ട് ഖജാൻജിയുടെ കയ്യിൽ, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കയ്യിൽ, അല്ലെ സെക്രട്ടറിയുടെ കയ്യിൽ, തൽക്കാലം അതൊന്ന് തിരിമറി നടത്തി കമ്മിറ്റിക്കാരും അറിയണ്ടെന്ന് നിന്റെ മനസ്സ് പറയുന്നു. പറയട്ടെ, അത് തെറ്റാണ്. കാരണം നീ മറ്റൊരാൾ അറിയുന്നത് വെറുക്കുന്ന സംഗതിയാണ്, നിനക്ക് മനസാക്ഷിക്കുത്തുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു പള്ളിയുടെയും ഒരു മദ്രസയുടെയും ഒരു സാധനത്തിന്റെയും അതേ ഒരു പൊതു സ്വത്തിന്റെയും മറ്റൊരാൾക്ക് അവകാശമുള്ള ഒന്നും തന്നെ നിനക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ പാടില്ല, കടം കൊടുക്കാൻ പാടില്ല. അതുപോലെ നിന്റെ സ്വത്ത് പോലെ നിനക്ക് ഉപയോഗിക്കാനോ കൈകാര്യം ചെയ്യാനോ പാടില്ല. പള്ളിയുടേത് നിനക്ക് കടമെടുക്കാൻ പാടില്ല, നിനക്ക് കടം കൊടുക്കാൻ പാടില്ല. കാരണം നിന്റെ അധികാരത്തിലുള്ളതല്ല, നിന്റെ അധികാരത്തിലുള്ളതല്ലേ നിനക്ക് സദഖ ചെയ്യാൻ പറ്റൂ. അത് മാത്രമല്ലേ നിനക്ക് കടം കൊടുക്കാനും പറ്റൂ. അപ്പൊ നിനക്കത് കടം കൊടുക്കാൻ പാടില്ല. ഇതുപോലെ ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, അതാ ഏത് വിഷയമാണെങ്കിലും ശരി, മറ്റൊരാൾ അറിയരുതെന്ന് നിന്റെ മനസ്സ് പറയുന്ന കാര്യം തെറ്റാണ്. ഒരു പള്ളിയുടെ കലക്ഷന് വേണ്ടി ഒരാളെ പോയി സമീപിച്ചു. 50 ലക്ഷം രൂപക്കൊരു പള്ളി അദ്ദേഹം സ്വന്തമായി എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിന്റെ മനസ്സിൽ നീ കരുതി, ഞാനല്ലേ നാട്ടിൽ നിന്ന് പിരിവിന് വന്നത്, അതിൽ നിന്നൊരു കമ്മീഷനായി ഒരു 10 ലക്ഷം അല്ലെ 5 ലക്ഷം അല്ലെ 1 ലക്ഷം എനിക്കെടുക്കണമെന്ന് നിന്റെ മനസ്സിൽ തോന്നി. പക്ഷേ അത് ഈ തരുന്നവൻ അറിയരുതെന്ന് നിനക്ക് നിർബന്ധമുണ്ട്, മറ്റ് ജനങ്ങൾ അറിയരുതെന്ന് നിർബന്ധമുണ്ട്. തെറ്റാണെന്നുറപ്പല്ലേ? കാരണം നിന്റെ മനസ്സ്
മറ്റൊരാൾ അറിയരുതെന്ന് വിചാരിക്കുന്ന കാര്യമല്ലേ? അപ്പോൾ മറ്റൊരാൾ അറിയുന്നത് വെറുക്കുന്ന കാര്യം, മനസ്സാക്ഷിക്കുത്തുണ്ടാക്കുന്ന കാര്യം തെറ്റാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. മനുഷ്യന് ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ മനുഷ്യന് കഴിയണം. ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകണം. ബുദ്ധി മനുഷ്യൻ അല്ലാഹു തആല നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. ആ ബുദ്ധി കൊണ്ട് മനുഷ്യൻ ചിന്തിച്ച് ജീവിക്കുമ്പോൾ നീതിപരമായ രൂപത്തിലല്ലാതെ, സത്യസന്ധമായ രൂപത്തിലല്ലാതെ ഒരിക്കലും ഒരു പ്രവർത്തനത്തിലേക്കും മനുഷ്യന് കടക്കാൻ പാടില്ല. അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞില്ലേ, വഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. ഈ ബുദ്ധി കൊണ്ടാണ് ഏറ്റവും വലിയ തൂക്കിനോക്കൽ. തുലാസ് കൊണ്ട് തൂക്കുന്നതിനേക്കാൾ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് തൂക്കി നോക്കണം ഒരു കാര്യം. ഈ കാര്യം ശരിയാണോ തെറ്റാണോ, ഇത് നീതിയാണോ അനീതിയാണോ, ഞാനീ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ബുദ്ധി കൊണ്ടൊന്ന് തൂക്കി നോക്കണം. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ബുദ്ധി കൊണ്ട് തൂക്കി നോക്കുമ്പോൾ അതാ ഒരു മനുഷ്യനത് ശരിയില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഏത് പണ്ഡിതൻ നിനക്ക് ഫത്വ തന്നാലും നീ അത് സ്വീകരിക്കാൻ നിർവാഹമില്ല. ഏത് ബുദ്ധി പടച്ചവന്റെ കൽപ്പനയോട് യോജിക്കുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ബുദ്ധി, അല്ലാതെ നിന്റെ ബുദ്ധി കൊണ്ട് നീ യുക്തിവാദം ഉന്നയിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. മറിച്ച് ഇസ്തഫ്തി ഖൽബക വഇൻ അഫ്തഅക الناس ഇസ്തഫ്തി ഖൽബക വഇൻ അഫ്തഅക الناس. നിന്റെ മനസ്സാക്ഷിയോട് നീ ചോദിക്കണം, ഞാൻ ഈ ചെയ്യുന്നത് ശരിയുണ്ടോ? ആര് നിനക്ക് ഫത്വ തന്നാലും ഇത് ശരിയുണ്ടോ എന്ന് മനസ്സാക്ഷിയോടൊന്ന് ചോദിക്കണം. മനസ്സാക്ഷിക്കുത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ കർമ്മശാസ്ത്രപരമായ നിയമം പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ വകുപ്പുണ്ടാവൂല. അങ്ങനത്തെ ചില സംഗതികളുണ്ടാവും. പക്ഷേ നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം, അത് ശരിയുണ്ടോ? ഒരു ചെറിയ ഉദാഹരണം പറയാം. മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മറച്ചാൽ അവന്റെ നിസ്കാരം സഹീഹാണ്. പുരുഷനാണെങ്കിൽ അവന്റെ ഖുതുബ സഹീഹാണ്. പുരുഷനാണെങ്കിൽ ഇനി നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ, ഒരു ഖാദിയാര് ഒരു ഖതീബ് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലവും മറച്ചിട്ട് മിമ്പറിൽ ഖുതുബ ഓതാൻ കയറി. എന്താ, ഫിഖ്ഹിന്റെ കിതാബ് നോക്കിയാൽ സഹീഹാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസാക്ഷിയും പറയുന്നു, ഈ വന്ന ആളുകളുടെ മനസാക്ഷിയും പറയുന്നു അതേതായാലും ശരിയായിട്ടില്ല. അയാൾ ഇങ്ങനെ ഈ നെഞ്ഞും കാണിച്ച് പുറവും കാണിച്ച് തലയും മറക്കാതെ കയറിയത് ശരിയായിട്ടില്ല എന്ന് മനസാക്ഷി പറയുന്നു. കാരണം എന്തുകൊണ്ട്? പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ അവനോട് അങ്ങനെ മിമ്പറിൽ കയറാനല്ല പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് നിബന്ധനയാണ്. മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം മറച്ചാൽ തന്നെ ഖുതുബ സഹീഹാകുമെന്നാണ്. അതിനർത്ഥം അങ്ങനെ ഖുതുബ ഓതണം എന്നല്ല. അങ്ങനെ ഓതരുതെന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത്, അതുപോലെ പള്ളിയിൽ പോകുന്ന സ്ഥലത്ത് നിങ്ങളെ ഭംഗി കൈവശപ്പെടുത്തണേ. അപ്പൊ പള്ളിയിൽ പോകുമ്പോൾ മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മറച്ചുകൊണ്ടല്ല പോകേണ്ടത്. പക്ഷേ ഒരു മനുഷ്യന് മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം മറക്കാനേ തുണി ഉള്ളൂ എങ്കിൽ അവൻ നിസ്കാരം ഉപേക്ഷിക്കരുത്. അവന്റെ നിസ്കാരം സഹീഹാണ്. ഇനി ഒരു സ്ഥലത്ത് ഖുതുബ ഓതുന്ന ഖതീബിന് അത്രേ സാധിക്കുന്നുള്ളൂ എങ്കിൽ അദ്ദേഹത്തിന്റെ ഖുതുബയും സഹീഹാണെന്നാണ് നേരത്തെ പറഞ്ഞതിനർത്ഥം. ഇവിടെ ധാരാളം കുപ്പായവും തുണിയുമൊക്കെ കിട്ടുന്ന ഇക്കാലത്ത് ഒരാൾ അങ്ങനെ ഖുതുബ ഓതണം എന്നല്ല. അങ്ങനെ ഓതിയാൽ അവനെ ഖതീബാക്കാമെന്നുമല്ല. അപ്പൊ ഓരോന്നിനും ഓരോന്നിന്റെ വിഷയങ്ങളായി ചിന്തിക്കേണ്ടതുണ്ട്. തലമറക്കാതെ ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോ അവനെ തുടരാൻ ഒരൽപ്പം വിഷമം. കാരണം അതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമറക്കാതെ നിസ്കരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമറക്കാതെ നിസ്കരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല,
വദുവെടുക്കുന്ന സമയത്ത് പോലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നാം കാണുന്നു, വദുവെടുക്കുന്ന സമയത്ത് ഫർളിന്റെ ഖദർ തല തടകാൻ വേണ്ടി തലപ്പാവ് പൊക്കിയതിന് ശേഷം ബാക്കി തലപ്പാവിന്റെ മേലെ തടകി പൂർത്തിയാക്കലാണ് പതിവ്. ഓ സുഹൃത്തുക്കളെ, ഒരു പണ്ഡിതനാണെങ്കിൽ ആ പണ്ഡിതൻ അങ്ങാടിയിലൂടെ തലമറക്കാതെ നടന്നാൽ അവനെ സാക്ഷിക്ക് പറ്റുകയില്ലെന്ന് ഫതുഹുൽ മുഈനിൽ പറയുന്നു. അതേസമയത്ത് അങ്ങാടിയിലെ ചുമട്ടു തൊഴിലാളിയോ അങ്ങാടിക്കാരനോ തലമറച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സാക്ഷിക്ക് പറ്റും. ഒരു പണ്ഡിതനാണെങ്കിൽ പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മിമ്പറിൽ കയറുമ്പോഴും സ്റ്റേജുമ കയറുമ്പോഴും മിഹ്റാബിൽ നിൽക്കുമ്പോഴൊക്കെ തലമറക്കാതെ നിന്നാൽ അത് മനസാക്ഷിക്കുത്തനുഭവപ്പെടുന്നു. അവന് മാത്രമല്ല, അവനെ തുടരുന്നവനും മനസാക്ഷിക്കുത്തനുഭവപ്പെടുന്നു. മനസാക്ഷിക്കുത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതൊരു ചെറിയ ഒരു ഉദാഹരണത്തിന് വേണ്ടി മഹാനായ വാബിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഒരു പൊതുതത്വം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏത് കാര്യത്തിനും മനുഷ്യന്റെ മനസാക്ഷിയോടൊന്ന് ചോദിക്കേണ്ടതുണ്ട്. അതിനർത്ഥം നിന്നെ അതാ സംശയത്തിലാക്കുന്ന ചില യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, അതുപോലെ തന്നെ അതേ വ്യാജവാദങ്ങൾ ഉന്നയിക്കുന്ന വ്യാജ ശൈഖന്മാരുടെ അനുയായികളുണ്ട്. അവരുടെ കെണിയിൽ പോയി നീ പെട്ട് നിന്റെ ഈമാൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തേ ഒരാളുടെ ചോദ്യം 40 ആടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, 40 ആനയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്നില്ല. അതെന്തേ? ഒരു മനുഷ്യന്റെ സംശയമാണ്. ഓ മനുഷ്യ, അവിടെ നീ മനസ്സിലാക്കണം, 40 ആനയുള്ളവൻ ഒരാട്ടിനെ കൊടുത്താ പോരാ, ഒരാനയെ കൊടുത്താലും പോരാ. അവൻ വലിയ സംഖ്യ ധർമ്മം ചെയ്യൽ അവന് നിർബന്ധമുണ്ട്. നിർബന്ധമുള്ള സ്ഥലത്ത് നിർബന്ധമുണ്ട്, സുന്നത്തുള്ള സ്ഥലത്ത് സുന്നത്തുണ്ട്. അത് വേറെ നിയമമാണ്. സക്കാത്ത് എന്ന് പറയുന്നത് പ്രത്യേകം ഒരു വിഷയമാണ്, അതിന് പ്രത്യേക നിയമമാണ്. ആനക്ക് അല്ലാഹു തആല സക്കാത്ത് പറഞ്ഞിട്ടില്ല, ആട്ടിന് സക്കാത്ത് പറഞ്ഞിട്ടുണ്ട്, നെല്ലിനും ഗോതമ്പത്തിനും സക്കാത്ത് പറഞ്ഞിട്ടുണ്ട്, തേങ്ങക്കും അടക്കക്കും സക്കാത്ത് പറഞ്ഞിട്ടില്ല, കാപ്പിക്കും ചായക്കും സക്കാത്ത് പറഞ്ഞിട്ടില്ല. അവിടെ നിന്റെ ബുദ്ധി കൊണ്ട് മാത്രം അളന്നിട്ട് നിനക്ക് മതമുണ്ടാക്കാൻ നിർവാഹമില്ല. ഇതുപോലെ കട്ടവന്റെ കൈ മുറിക്കുക, അങ്ങനെ ഒരു നിയമമുണ്ട് ഇസ്ലാമിക കോടതി. ഇസ്ലാമിക കോടതിയിൽ അതിന്റെ നിബന്ധന പ്രകാരം സാക്ഷി മുഖേന വ്യക്തമായി തെളിഞ്ഞാൽ കട്ടവന്റെ കൈ മുറിക്കാമെന്ന് നിയമമുണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് വ്യഭിചാരിയെ മുറിക്കാനല്ല കൽപ്പന, അവനടിക്കാനാണ്, അല്ലെങ്കിൽ എറിഞ്ഞുകൊല്ലാനാണ്. ഒരു മനുഷ്യൻ ചോദിക്കുന്നു, കട്ടവന്റെ കൈ മുറിക്കുന്നു എന്ന നിയമപ്രകാരം വ്യഭിചരിച്ചവന്റെ ഉപകരണം മുറിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചാൽ അത് പടച്ചവന്റെ മതമല്ല, നിന്റെ യുക്തി കൊണ്ട് നീ ഉണ്ടാക്കുന്ന ആശയമാണ്. അള്ളാഹുവിന്റെ മതത്തിൽ നിനക്കൊരധികാരം മതമുണ്ടാക്കാൻ തന്നിട്ടില്ല. അപ്പൊ പറഞ്ഞതിനർത്ഥം വ്യക്തമായി പഠിപ്പിച്ച ഒരു നിയമത്തിൽ ആ നിയമത്തെ നമ്മുടെ യുക്തി വെച്ച് ചോദ്യം ചെയ്യാൻ പറ്റുമെന്നല്ല. ഏത് മനുഷ്യന്റെയും മനസാക്ഷിക്കുത്തുണ്ടാക്കുന്ന കാര്യം, പെങ്ങളില്ലാത്ത ഒരു കല്യാണം, ആങ്ങളെ പങ്കെടുക്കാത്തൊരു പുതിയാപ്പിളപോക്ക്, സുബ്ഹാനല്ലാഹ്, അനുജത്തി ഇല്ലാത്ത ഒരു വിവാഹം, അതൊക്കെ മനസാക്ഷിക്കുത്തുണ്ടാക്കുന്ന കാര്യമാണ്. ഒരിക്കലും തന്നെ കുടുംബബന്ധം മുറിക്കാൻ പാടില്ല. തൊട്ടടുത്ത അയൽവാസി കല്യാണത്തിന് അവനെ ക്ഷണിച്ചില്ല, മനസാക്ഷിക്കുത്തുണ്ടാക്കുന്ന കാര്യമാണ്. ക്ഷണിച്ചപ്പോൾ അവൻ വന്നില്ല, അവന് മനസാക്ഷിക്കുത്തുണ്ടാകുന്ന കാര്യമാണ്. തൊട്ടടുത്ത പുരയിൽ ഞാൻ പോയിട്ടില്ലല്ലോ, മനസാക്ഷിക്കുത്തുണ്ടാക്കുന്ന കാര്യമാണ്. ഇങ്ങനെ മനസാക്ഷി എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. ആ മനസാക്ഷിക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ല. ഇന്നത്തെ കാലം വളരെ മലീമസമായി പോയി. ഞാൻ വേദനയോടെ പറയട്ടെ, അതാ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് എത്ര അധ്വാനിച്ചിട്ടാണ് ബാപ്പയും ഉമ്മയും ഇവരെ പോറ്റിയെടുത്തത്, എത്ര അധ്വാനിച്ചിട്ടാണ് ചികിത്സ ചെയ്തത്. അങ്ങനെ പോറ്റിയെടുത്ത ഈ ബാപ്പയുടെയും ഉമ്മയുടെയും മകൻ കല്യാണമൊക്കെ അന്വേഷിച്ച് നിശ്ചയിച്ചു കഴിയുമ്പോ അവനതാ മറ്റുള്ളവരോട് പറയുന്നു, കല്യാണത്തിന് ഞാനില്ല.
എന്തേ കാരണം? കുട്ടിക്കാലത്ത് ഇവൻ അതാ രോഗമായി കിടന്നപ്പോൾ ശുശ്രൂഷിച്ചത് ബാപ്പയാണ്, ഇവനെ പ്രസവിച്ചപ്പോൾ പോറ്റിയെടുത്തത് ഉമ്മയാണ്, വയറ്റിലിട്ട് പോറ്റിയതും ഉമ്മയാണ്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ഇങ്ങോട്ട് ഭക്ഷണവും മരുന്നും മുഴുവനും വാങ്ങിച്ചു കൊടുത്തത് ബാപ്പയാണ്. ഈ ബാപ്പ അധ്വാനിച്ചതിന് വല്ല കയ്യും കണക്കും പറയാനുണ്ടോ? സുബ്ഹാനല്ലാഹ്, എത്രയാണ് പാസ്പോർട്ട് ഓഫീസിൽ പോയി ക്യൂ നിന്നത്, എത്രയാണ് അദ്ദേഹം എയർപോർട്ടിൽ പോയി ക്യൂ നിന്നത്, എത്രയാണ് എമിഗ്രേഷൻ പാസ്സാകാൻ വേണ്ടി ശ്രമിച്ചത്, എത്രയാണ് സുബ്ഹാനല്ലാഹ് പോയി ഇറങ്ങിയപ്പോൾ ആരുടെയൊക്കെ പടിയിലാണ് കയറി ഇറങ്ങിയത്, എന്നിട്ട് ആരെയെല്ലാം ഭയപ്പെട്ടിട്ടാണ് ജോലിയെടുത്തത്. സ്പോൺസറുടെ കീഴിലല്ലാതെ ജോലി നിൽക്കുന്ന കാലത്ത് സുബ്ഹാനല്ലാഹ് ലേബർ ഓഫീസർ വരുന്നു എന്ന് കേട്ടപ്പോ ഉറുക്കനെ കണ്ട കോഴി ഓടുന്നത് പോലെയല്ലേ ഓടിയത്. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ ജയിലിൽ കിടന്നില്ലേ, ചിലപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചില്ലേ, സ്വന്തം ബാപ്പയും ഉമ്മയും വിട്ട് അന്യനാട്ടിലേക്ക് പോയില്ലേ, സുഹൃത്തുക്കളുമായി വിട പറഞ്ഞില്ലേ, കുടുംബക്കാര് മരിച്ചപ്പോൾ എത്താൻ കഴിഞ്ഞില്ലല്ലോ, ബന്ധപ്പെട്ട പലരും മരിച്ചപ്പോൾ വിവരം കേട്ടതല്ലാതെ മയ്യിത്ത് പോലും അടുത്ത് വന്നിട്ടൊരു നിസ്കരിക്കാൻ സാധിച്ചില്ലല്ലോ. ഇങ്ങനെ 100 പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് വിദേശ നാടുകളിൽ പോയി വിയർത്തൊലിച്ചും തണുത്ത് വിറച്ചും അധ്വാനിച്ചു വളർത്തിയ ബാപ്പ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് രാവിലെ മുതലേ കൃഷിസ്ഥലത്ത് പോയി കൈക്കോട്ടും പടന്നയും വിക്കാസമെടുത്ത് അധ്വാനിച്ച് കർഷകനായി അതാ മക്കളെ പോറ്റിയ ബാപ്പ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ചുമട്ട് തൊഴിലാളിയായിട്ടോ, അല്ലെങ്കിൽ ഡ്രൈവറായിട്ടോ, അല്ലെങ്കിൽ ക്ലീനറായിട്ടോ, അല്ലെങ്കിൽ കണ്ടക്ടറായിട്ടോ പലപ്പോഴും എത്രയെത്ര പ്രയാസങ്ങളാണ് നേരിട്ടത്. അങ്ങനെ ഓരോ ജോലിയും എടുത്ത് കഠിനാധ്വാനം ചെയ്ത് മക്കളെ പോറ്റി ആ മകനൊരാരോഗ്യം വന്നു നോക്കുമ്പോ അവനെ ഒരു നല്ല വിവാഹം കഴിപ്പിച്ച് സന്തോഷകരമായ ജീവിതം കാണണമെന്ന് ബാപ്പയും ഉമ്മയും ചിന്തിക്കുമ്പോൾ അത് ആ കുട്ടി ജനിച്ച അന്ന് മുതലേ ബാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിലുള്ള ഒരാഗ്രഹമാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു നല്ല പെൺകുട്ടിയെ ഞാൻ ഇഷ്ടപ്പെട്ട കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് കാണണം, എന്നിട്ട് അതിനൊരു കുട്ടിയുണ്ടായിട്ട് എനിക്ക് കാണണം. ബാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ അങ്ങേയറ്റത്തെ ആഗ്രഹമാണ്. എന്നാൽ ഒരു പെൺകുട്ടിയാണെങ്കിലോ ജനിച്ച അന്ന് മുതലേ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധയാണ്. ആ പെൺകുട്ടിക്കൊരു വിവാഹം നടക്കേണ്ട ചിന്തയാണ്. അതിനുവേണ്ടി അധ്വാനിച്ച് പൊന്നുണ്ടാക്കി, അധ്വാനിച്ച് അവളെ പോറ്റിയെടുത്ത്. ഓ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഞാൻ പറയുന്നു, സമയമില്ല, ചുരുക്കി പറയട്ടെ. നോമ്പ് തുറക്കാൻ നോക്കുന്ന സമയത്ത് ഉമ്മ ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്ന് വെച്ചത് എപ്പോഴാണ്? വീട്ടിൽ പുറത്തുള്ളവരൊക്കെ കഴിച്ചതിന് ശേഷമാണ്. ആ ഭക്ഷണം എടുത്തു തിന്നുന്നതിന് മുമ്പ് ചെറിയ കുഞ്ഞിനെ താരാട്ട് മാറ്റി കിടത്തിയുറക്കിയതാണ്. കുഞ്ഞുറങ്ങുന്ന സമയത്ത് എനിക്ക് നോമ്പ് തുറക്കണം, അതിനിടയ്ക്ക് നിസ്കരിക്കുകയും വേണം, എല്ലാം കൂടി ഒന്നായിട്ട് വന്നൊരു സമയം. ആ ഉമ്മ നോമ്പ് തുറക്കാനെടുത്ത് തൊള്ളയിലിടുമ്പോ അതാ കുട്ടി നിലവിളിക്കുന്നത് കേൾക്കുന്നു. ഒരു കൈയിന്റെ മേലെ കറിയും അതുപോലെ പത്തിരി കഷ്ണവും പിടിച്ച് ആ ഉമ്മ പോയിട്ട് ആ കുട്ടിയെ ഇടത്തെ കൈകൊണ്ട് വാരിയെടുത്ത് മെല്ലെ മടിയിൽ വെച്ചിട്ട് നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വലം കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ സ്വന്തം മടിയിൽ മലമൂത്ര വിസർജനം നടത്തിവെച്ചു ഈ കുട്ടി. ഉമ്മക്കൊരൽപ്പവും വിഷമം തോന്നിയില്ല. തിരിച്ചും മറിച്ചും കവളത്ത് ഉമ്മ വെച്ചുകൊണ്ട് ആ കുട്ടിയെ കണ്ട് സന്തോഷിച്ചുകൊണ്ട് ഉമ്മ അതേ പോക്കുപോയി കൈ കഴുകി ഈ കുട്ടിയെ കഴുകി നന്നായി വൃത്തിയാക്കി നല്ല കുപ്പായവും തുണിയുമൊക്കെ ധരിപ്പിച്ച് പിന്നെയും കുഞ്ഞിന് മുല കൊടുത്ത് ഉറക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ഉണങ്ങിക്കഴിഞ്ഞ കറി, ഉണങ്ങിക്കഴിഞ്ഞ ഈ പത്തിരി ഈ പാവപ്പെട്ട പെണ്ണ് പിന്നെ പോയി ബാക്കി കഴിക്കുകയാണ്. ഇങ്ങനെ പോറ്റിയെടുത്ത ബാപ്പയും ഉമ്മയും. ഇനി ഞാൻ പറയണോ, ഓരോരുത്തരും തന്നെ അറിയില്ലേ, ഈ ഉമ്മയും ബാപ്പയും വലിയ ആഗ്രഹത്തോടെ കല്യാണത്തിന് ഒരു വരനെ കണ്ടെത്തി. ആ വരന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ച്, നിശ്ചയം കഴിഞ്ഞു, കല്യാണം പറയൽ കഴിഞ്ഞു, അതേപോലെ തന്നെ കത്തടിക്കൽ കഴിഞ്ഞു, കൊടുക്കൽ കഴിഞ്ഞു, പന്തലിടൽ കഴിഞ്ഞു, ഭക്ഷണത്തിന് വേണ്ടി വസ്തുക്കൾ കൊണ്ടുവന്ന് വാങ്ങിവെച്ചു. ജനങ്ങളൊക്കെ വീട്ടിൽ വന്നു പോകൽ തുടങ്ങി. അങ്ങനെ അവിടെ ഭക്ഷണം എടുത്ത് ഭാഗം ചെയ്യാൻ വേണ്ടി വസ്തുക്കൾ അതാ തീയിൽ വെച്ച ചെമ്പിലേക്ക് അല്ലെങ്കിൽ ഉരുളിയിലേക്ക് ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുപോയിട്ട് പാകം ചെയ്യാൻ നോക്കുമ്പോൾ മകനെ കാണുന്നില്ല, അല്ലെങ്കിൽ മകളെ കാണുന്നില്ല.
ബാപ്പയെയും ഉമ്മയെയും കുടുംബത്തെയും നാട്ടുകാരെയും വഞ്ചിച്ച് പെൺകുട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ ആൺകുട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇന്നാലില്ലാഹ്, ഒരൽപ്പവും മനസാക്ഷിക്കുത്ത് തോന്നിയില്ലെന്ന് പറഞ്ഞാൽ ബാപ്പയോട് നന്ദികേട് ചെയ്യുമ്പോ, ഉമ്മാനോട് നന്ദികേട് ചെയ്യുമ്പോ, കുടുംബത്തോട് നന്ദികേട് ചെയ്യുമ്പോ, സമുദായത്തോട് നന്ദികേട് ചെയ്യുമ്പോ, നാട്ടുകാരോട് നന്ദികേട് ചെയ്യുമ്പോ, അതേ ഈ രാഷ്ട്രത്തോട് നന്ദികേട് ചെയ്യുമ്പോ, രാഷ്ട്രത്തിലുള്ള ജനങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനം നടത്തുമ്പോ ഈ ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ ഇന്നാലില്ലാഹ് മനസാക്ഷിക്കുത്ത് തോന്നുന്നില്ലെന്ന് പറഞ്ഞാൽ ഉലൈക കൽ അൻആമി ബൽ ഹും അദല്ല്, അത് മൃഗത്തെക്കാൾ അധപ്പതിച്ചു പോയ ബുദ്ധിശൂന്യതയല്ലേ. അങ്ങേയറ്റത്തെ നന്ദികേടല്ലേ. നായ പോലും ഭക്ഷണം കൊടുത്തവന്റെ സമീപത്തേക്ക് ചൊട്ടി വിളിച്ചാൽ വന്നിട്ടിങ്ങനെ വാലാട്ടുന്നത് കാണാറില്ലേ? ആ നായയുടെ നന്ദി പോലുമില്ലാത്ത വിധം 10-25 കൊല്ലം പോറ്റി വളർത്തിയ ബാപ്പയോട്, ഉമ്മയോട്, കുടുംബത്തോട് ഏതോ ഒരു പുരുഷന്റെ ചക്കരവാക്ക് കേട്ടിട്ട്, ഏതോ ഒരു പെണ്ണിന്റെ പുഞ്ചിരി കണ്ടിട്ട് ഇന്നാലില്ലാഹ് സ്വന്തം കുടുംബത്തെ മുഴുവനും വലിച്ചെറിഞ്ഞ് എനിക്കിനി അവൻ മതിയെന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളെ പോലെ, എനിക്കിനി അവള് മതി, എന്റെ ബാപ്പ വേണ്ട, ഉമ്മ വേണ്ട, കുടുംബം വേണ്ട, പുതിയാപ്പിള വേണ്ട, പെങ്ങള് വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൺകുട്ടിയെ പോലെ ചിന്തയില്ലാത്തവരുണ്ടോ? അതേ, അല്ലാഹു ജല്ല ജലാലുഹു വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ, കാര്യങ്ങളുടെ ശരിയും തെറ്റുമൊക്കെ, കാര്യങ്ങളുടെ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കാൻ നമുക്കൊരു മനസ്സ് തന്നിട്ടില്ലേ? ആ മനസ്സുകൊണ്ട് ഈ പെൺകുട്ടിക്കൊന്ന് ചിന്തിച്ചുകൂടെ? ഞാനും ഇവനും തമ്മിലുള്ള ബന്ധം എത്ര ചെറിയ നൈമിഷികമായ ബന്ധമാണ്. എന്നെ ഈ നിലക്ക് പോറ്റിയെടുത്ത ബാപ്പയെയും ഉമ്മയെയും കുടുംബത്തെയും വിട്ട് ഞാനങ്ങ് പോയിട്ട് ഇവനൊരു ദിവസം എന്നെ ചവിട്ടി പുറത്താക്കിയാൽ, ഒരു ദിവസം പോടി എന്ന് പറഞ്ഞാൽ ഞാൻ തൂങ്ങിച്ചാകലല്ലാതെ, ഞാൻ അല്ലെങ്കിൽ ആത്മഹത്യക്കൊരുങ്ങലല്ലാതെ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഒന്നായിട്ടൊരു റൂമിൽ തൂങ്ങലല്ലാതെ എന്താണ് ഗതികേടെന്ന് ചിന്തിക്കാനുള്ള മനസ്ഥിതി പോലുമില്ലാത്ത എത്ര പെൺകുട്ടികളാണ് നമ്മുടെ സമുദായത്തിൽ വളരുന്നത്, എത്ര ആൺകുട്ടികളാണ് നമ്മുടെ സമുദായത്തിൽ വളരുന്നത്. ഞാൻ പറയട്ടെ, മറ്റ് സമുദായത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിൽ ഉള്ളതുപോലെ കേൾക്കുന്നില്ല, കാണുന്നില്ല. ഏറ്റവും വലിയ സംസ്കാരം പഠിപ്പിച്ച നമ്മുടെ സമുദായത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു പോയി ഇങ്ങനത്തെ ഒരവസ്ഥാവിശേഷം? അതിന്റെ കാരണം പറഞ്ഞാൽ, ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം, ഏറ്റവും നല്ല സുഗന്ധം, ഏറ്റവും നല്ല ഫാഷനും പരിഷ്കാരവും, അതിന്റെ കൂടെ പണവും. പണം എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്ത്, ബാപ്പാന്റെ സ്നേഹം കൊണ്ട്, അല്ലെ ഉമ്മാന്റെ സ്നേഹം കൊണ്ട് ആ മൊബൈൽ ഫോൺ ഇടക്കൊന്ന് നോക്കി പരിശോധിക്കുന്നില്ല, ഇതിൽ ആരൊക്കെയാ വിളിക്കുന്നത്, ആരൊക്കെയാ വിളിച്ചതെന്നൊന്നും നോക്കിയിട്ടില്ല. നെറ്റ് വാങ്ങിച്ചു കൊടുത്തു, ആ നെറ്റിൽ കയറി എന്തൊക്കെയാ നോക്കുന്നത് എന്ന് ബാപ്പയും ഉമ്മയും പരിശോധിച്ചിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരാൾ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞവനോട് വെറുപ്പായിപ്പോയി. എന്റെ മകളെ കൊണ്ടല്ലേ പറഞ്ഞത്, എന്റെ മകനെ കൊണ്ടല്ലേ പറഞ്ഞത്, എന്റെ മകൻ മഹസൂമാണ്, ഇവന്റെ മകള് മഹസൂമാണ് എന്ന ധാരണയാ. സുബ്ഹാനല്ലാഹ്, പറഞ്ഞവനൊക്കെയുള്ള ദേഷ്യം പിടിച്ചുപോയി. എന്നിട്ടോ അപ്പൊ അതിനൊരു നന്ദി കാണിക്കണ്ടേ? നിങ്ങൾ ഒരുപാട് മൊബൈൽ ഫോണൊക്കെ വാങ്ങി തന്നതല്ലേ, നെറ്റും വാങ്ങി തന്നതല്ലേ, അന്യപുരുഷന്മാരോട് കൂടെ സംസാരിക്കാൻ ഒരുപാട് ചാൻസ് തന്നതല്ലേ, അന്യപുരുഷന്മാരുടെ കൂടെ ഇരിക്കാൻ ഒരുപാട് ചാൻസ് തന്നതല്ലേ. സുബ്ഹാനല്ലാഹ്, ട്യൂഷൻ എടുക്കുന്ന ആള് വന്നാൽ ഡോറങ്ങ് അടിച്ചുകളയല്ലേ നിങ്ങൾ? കാരണം അത്രയും സൗകര്യം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനുള്ള നന്ദിയാണ് ഈ കാണിക്കുന്നത് എന്ന നിലക്കല്ലേ ഈ പെൺകുട്ടികളെ ഇറങ്ങിപ്പോക്ക്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ സമുദായം ബോധമുള്ളവരാകേണ്ടതില്ലേ? ലാ യഖ്ലുവന്ന റജുലുൻ ബിംറാത്തിൻ ഇല്ലാ വസാലിദു വശൈത്താൻ. ഒരു പുരുഷനും ഒരു പെണ്ണും തമ്മിൽ എവിടെ തനിക്കുന്നുണ്ടോ അവിടെ മൂന്നാമത്തത് ശൈത്താനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഗൗരവത്തോടെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്.
മഹാനായ വാബിസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ട് അതാ മനസ്സിലുണ്ട് ഉള്ളിലുള്ളത് ചോദിച്ച് മനസ്സിലാക്കി മറുപടി പറഞ്ഞത്, നിന്റെ മനസ്സാക്ഷിയോട് ചോദിക്കണം. നീ ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സാക്ഷിയോട് ചോദിക്കണം. ആരെന്ത് ഫത്വ നിനക്ക് തന്നാലും വൈൻ അഫ്താകന്നാസ്. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സ് അതിന് വലിയ സ്ഥാനമുണ്ട്. ആരെങ്കിലും ചെയ്യുന്നിട്ട് അതൊക്കെ നമ്മളും ചെയ്യലല്ല, ആരെങ്കിലും പറയുന്നിട്ട് അതിന്റെ പിന്നാലെ പോകലല്ല, ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മളും പിന്നാലെ അങ്ങ് പോകലല്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കണം. ചെയ്യുന്നത് ശരിയാണോ? സ്വന്തം ശരീരത്തെക്കൊള്ള ആലോചിക്കണം ഓരോ വിഷയങ്ങളും. സ്വന്തം ശരീരത്തെക്കൊള്ള ആലോചിക്കണം ഓരോ വിഷയങ്ങളും. സുഹൃത്തുക്കളെ, നമ്മളൊരു തൈ കുഴിച്ചിട്ടു. ആ തൈ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തന്റെ പശു വന്നിട്ട് തിന്നാ നമ്മുടെ മനസ്സിന്റെ വേദന എത്രയാ? അതേപോലെ മറ്റൊരുത്തന്റെ തൈ നമ്മുടെ പശു തിന്നാൽ അവിടെയും അതേ വേദന അദ്ദേഹത്തിനുണ്ട് നമ്മൾ കാണണം. നേരെ തിരിച്ച് അതെന്താ ഒരു തൈയല്ല, അതിന്റെ പൈസ വേണേ അങ്ങ് പിടിച്ചോ, ധിക്കാരമല്ലേ അത്? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അവനവനെക്കുള്ള ഓരോന്നും ചിന്തിക്കണം. ഞാനാണെങ്കിലോ എന്ന് ഓരോ വിഷയത്തിലും ചിന്തിക്കാൻ നാം വളരണം. അല്ലാഹു ജല്ല ജലാലുഹു നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മനസ്സ് നല്ലതിലേക്ക് മാത്രം നീങ്ങിക്കൊണ്ട് നമ്മുടെ ജീവിതം നയിച്ചാൽ നമുക്ക് അല്ലാഹുവിങ്കൽ നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് അവിടെ നന്മയുടെ തുലാസിൽ വലിയ തൂക്കം കിട്ടും. ആ തൂക്കമാണ് മനുഷ്യന്റെ വിജയത്തിന് കാരണം. ഓ മുഅ്മിനീങ്ങളെ, ഫമൻ സഖുലത് മവാസീനുഹു, ആരുടെ തൂക്കം, ആരുടെ നന്മയാണോ പടച്ച റബ്ബിന്റെ അടുക്കൽ നല്ല തൂക്കം ലഭിക്കുന്നത്, അവൻ വിജയം കൈവരിച്ചു പോയി. ആഖിറത്തിലെത്തുന്ന സമയത്ത് നന്മയുടെ ത്രാസിന് തൂക്കം കിട്ടണം. അതിന് പ്രവർത്തനങ്ങൾ നന്നാകണം. അല്ലാഹ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാകണം. സാമ്പത്തിക രംഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നു. ഇന്നലെ ഞാൻ ചിലത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതാ ഒരാളോടൊരു 10 പവന്റെ ആഭരണം തൽക്കാലത്തേക്ക് വാങ്ങി. എന്തിനാണ് വാങ്ങിയത്? അത് പണയം വെച്ചിട്ട് സംഖ്യ കടം വാങ്ങാനാണ്. പണയം വെക്കൽ തെറ്റല്ല, കടം വാങ്ങലും തെറ്റല്ല. പക്ഷേ പലിശക്ക് കടം വാങ്ങുന്നത് തെറ്റാണ്, പലിശക്ക് കടം കൊടുക്കുന്നതും തെറ്റാണ്. അത് ചൂഷണമാണ്. ഇസ്ലാം അതനുവദിക്കുന്നില്ല. കാരണം പടച്ചവനിലേക്ക് മനസ്സ് നീങ്ങാതെ പണത്തിലേക്ക് മനസ്സ് നീങ്ങുന്നൊരേർപ്പാടാണത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, 1000 ഉറുപ്പികയ്ക്കൊരു പേന വാങ്ങി. ഈ പേന വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഞാൻ 1100 വിൽക്കണമെന്നുദ്ദേശിച്ച് കച്ചവടത്തിന് വേണ്ടി പേനയ്ക്ക് ഞാൻ 1000 ഉറുപ്പിക കൊടുത്താൽ എന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് നീങ്ങുകയാണ്. പടച്ചവനെ, ഞാൻ മുതലിറക്കി 1000 എനിക്ക് തിരിച്ചു കിട്ടുമോ? അല്ല അത് 900 പോകുമോ? അല്ല 1100 കിട്ടി അല്ല എന്നെ അനുഗ്രഹിക്കുമോ? ഈ കച്ചവടത്തിന്റെ സമയത്ത് എന്റെ മനസ്സ് നീങ്ങുന്നത് അല്ലാഹുവിലേക്കാണ്. നേരെ മറിച്ച് 1000 ഉറുപ്പിക കടം കൊടുക്കുമ്പോൾ തന്നെ പറയുന്നു, ഒരു മാസം കഴിഞ്ഞ് 1100 തരണമെന്ന് പറഞ്ഞാൽ അവനതാ ഈ പണം കൊണ്ട് എനിക്ക് വർധനമുണ്ടാകുമെന്നല്ലേ അവന്റെ വിശ്വാസം. അവന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് നീങ്ങുന്ന പ്രശ്നമില്ല. അവൻ എന്റെ പണം കൊണ്ട് തന്നെ എനിക്ക് വർധനമുണ്ടാകുമെന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലിശ മുതലിന് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞുകൊണ്ടുണ്ടാകുന്ന മുതലല്ലത്, മുതലിലേക്ക് മനസ്സ് തിരിഞ്ഞുകൊണ്ടുണ്ടാകുന്ന മുതലാണ്. യംഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത്. പലിശ മുതലിനെ അല്ലാഹ് മായ്ച്ചു കളയുന്നു. അതേസമയത്ത് ധർമ്മം ചെയ്യുന്ന മുതലിനെ അല്ലാഹ് വളർത്തിയെടുക്കുന്നു. അപ്പൊ ഞാൻ പറയട്ടെ, അങ്ങനെ 10 പവനിന്റെ ഒരു മാല ഒരാളെ കയ്യിൽ പണയം വെച്ച് കടം വാങ്ങാമെന്ന നിലക്ക് വാങ്ങി. ആ വാങ്ങിയ മനുഷ്യന്റെ മനസ്സിൽ പിന്നെ തോന്നുകയാണ്, ഇപ്പൊ ഇയാളോട് വാങ്ങുമ്പോൾ ഇയാൾക്ക് പലിശ കൊടുക്കണം. അത് നല്ല ഏർപ്പാടല്ലല്ലോ, പലിശ കൊടുക്കുന്നത് പാടില്ലല്ലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ ഞാനിതങ്ങ് വിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വിൽക്കാൻ പാടില്ല. കാരണം മറ്റൊരാളോട് വിൽക്കാൻ വേണ്ടി ഈ മാല വാങ്ങിയിട്ടില്ല. ഈ മാല വാങ്ങിയത് പണയം വെക്കാനാണ്. അത് വിൽക്കുന്നത് ഹറാമാണ്. അന്യന്റെ സ്വത്ത് വിൽക്കാൻ പാടില്ല. പക്ഷേ ഇയാളെ ശൈത്താൻ ഇയാളെ പറ്റിച്ചതാണ്. ശൈത്താൻ ഇയാളെ മനസ്സിൽ തോന്നിപ്പിച്ചു, പലിശ കൊടുക്കൽ ഒരു തെറ്റല്ലേ, അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇതങ്ങ് വിറ്റാലെന്താണ്?
പലിശ കൊടുക്കൽ തെറ്റാണ് ശരി. ഇത് അന്യന്റെ സാധനം അവന്റെ സമ്മതമില്ലാതെ വിൽക്കുന്നതും കടുത്ത തെറ്റ് തന്നെയല്ലേ? അപ്പൊ ശൈത്താൻ ഒരു തെറ്റ് തോന്നിപ്പിച്ചിട്ട് മറ്റൊരു തെറ്റിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുപോയി. ഇരിക്കട്ടെ, അങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. ആ ചെയ്ത മനുഷ്യൻ കുറെ ദിവസം കഴിഞ്ഞപ്പോ മറ്റവര് 10 പവനിന്റെ മാല തിരിച്ചു ചോദിക്കുകയാണ്. ഒരു ഉദാഹരണമാണ്. 10 പവനിന്റെ മാല തിരിച്ചു ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മാല വിൽക്കുന്ന സമയത്ത് പവനിന് 12,000 ഇപ്പോൾ 21,000. അപ്പോൾ ഇവന്റെ മനസ്സിൽ ശൈത്താൻ തോന്നിപ്പിക്കുന്നു, അന്ന് വിറ്റിട്ട് കിട്ടിയ പൈസ അങ്ങ് തന്നാ പോരെ, അല്ല 10 പവൻ തന്നെ തരണോ? മനുഷ്യ, ഇത് നിന്നോട് ആര് വിൽക്കാൻ പറഞ്ഞു? വിൽക്കാൻ നിന്റെ കയ്യിൽ തന്നിട്ടില്ല. നിന്റെ കയ്യിൽ ആ വസ്തു വിൽക്കാൻ തന്നിട്ടില്ല. അത് നീ വിറ്റ് കാശാക്കിയിട്ട് പിന്നെ വാങ്ങിയ വ്യക്തിക്ക് വസ്തു തിരിച്ചു കൊടുക്കാൻ പറയുമ്പോ ഇപ്പൊ വില കൂടുതലുണ്ടല്ലോ എന്ന് ശൈത്താൻ നിന്നെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ പടച്ചവന്റെ അടുക്കൽ പരാജയപ്പെട്ടു പോകൂലേ? മനുഷ്യൻ അവനവന് നഷ്ടം സംഭവിക്കുമെന്ന് തോന്നുമ്പോ മനുഷ്യനവിടെ എന്തുണ്ട് കുരുട്ട് വിദ്യ എന്ന് ചിന്തിക്കുകയാണ്. ഇതുപോലെ ഒരു മനുഷ്യന്റെ സ്വത്ത്, ആ മനുഷ്യന്റെ സ്വത്തും മറ്റൊരാളുടെ സ്വത്തുമായി കൈമാറാൻ തീരുമാനിച്ചു. ഒന്ന് രജിസ്റ്റർ ചെയ്തു കൊടുത്തു, മറ്റത് രജിസ്റ്റർ ചെയ്യാൻ ഒരു 2-3 ദിവസം അവധി വെച്ചു. പിന്നെ ഇവനിങ്ങനെ അതാ സ്വീപ്പാക്കി നേരം പോക്കുകയാണ്. കടുത്ത തെറ്റല്ലേ? അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട സമയമായിട്ട് നേരത്തെ പറഞ്ഞ് വിലയിൽ ഉറപ്പിച്ച സംഖ്യ, ആ സംഖ്യയേക്കാൾ സ്ഥലത്തിനിപ്പം വില കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവനിങ്ങനെ ചിന്തിക്കാണ്, രജിസ്റ്റർ ചെയ്ത് കൊടുക്കാതിരുന്നാൽ എന്താണ്? രജിസ്റ്റർ ചെയ്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നാവ് കൊണ്ട് പറഞ്ഞ് കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ നീയാ നടത്തുന്നത് കടുത്ത വഞ്ചനയല്ലേ? ഇങ്ങനെ തുടങ്ങി ഏത് കാര്യങ്ങളും അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിച്ചതിനപ്പുറം ഒരിക്കലും തന്നെ ഒരു നയാകാശും അവൻ അനുവദിക്കാത്ത വിധത്തിൽ വന്നു പോകരുതെന്ന നിർബന്ധമുണ്ടെങ്കിലേ ദുആക്ക് ഇജാബത്ത് കിട്ടുകയുള്ളൂ കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വെച്ച് അതാ യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബാ, ഓ ജനങ്ങളെ, നിങ്ങൾ ഭൂമിയിലുള്ളതിൽ നിന്ന് ഏറ്റവും നല്ലതും ഹലാലുമേ തിന്നാവൂ, പിടിക്കാവൂ എന്നർത്ഥം വരുന്ന ആയത്തങ്ങോദിയപ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞില്ല, ഉദ്ഉല്ലാഹ അൻ യജ്അലനീ മുസ്തജാബദ് ദഅവാ, നബിയേ, എന്നെ ദുആക്ക് ഉത്തരം കിട്ടുന്ന വ്യക്തികളിൽ പെടുത്തിത്തരാൻ തങ്ങളൊന്ന് ദുആ ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ പോലെയല്ല മറ്റൊരാളുടെ ദുആ. അവിടുത്തെ ദുആക്ക് എന്തായാലും ഇജാബത്താണ്. ഇതുപോലെ ഔലിയാക്കളുടെ സാലിഹീങ്ങളുടെ ദുആ പോലെയല്ല മറ്റുള്ളവരുടെ ദുആ. അവരുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കൂടുതൽ സാധ്യതയാണ്. എന്നാൽ എന്റെ ദുആക്ക് അല്ലാഹ് ഉത്തരം തരണമെന്ന് തങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തരണമെന്നാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാഹ് ഉത്തരം കൊടുക്കുന്ന ചില മഹാന്മാരുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ സഅദു, ഓ സഅദേ, അത്ഇബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവാ, നിന്റെ ഭക്ഷണം നീ നന്നാക്കണേ. ഹലാലല്ലാത്ത ഒരു ഭക്ഷണവും നീ കഴിച്ചു പോകരുത്. ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. തകുൻ മുസ്തജാബദ് ദഅവാ, എന്നാൽ നിനക്ക് ഉത്തരം കിട്ടുന്നവനാകും, ദുആക്ക് ഉത്തരം കിട്ടുന്നവനാകാം. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ഏതൊരുത്തന്റെ അധികാരത്തിലാണോ അവനെ മുൻനിർത്തി സത്യം ചെയ്ത് ഞാൻ പറയുന്നു, ഇന്നൽ അബ്ദ ലയഖ്ദിഫുൽ ലഖ്മത്തൽ ഹറാമ ഫീ ജൗഫിഹി മാ യുതഖബ്ബലു മിൻഹു അമലു 40 യൗമാ, ഒരു ചെറിയ പിടി ഹറാമായ ഭക്ഷണം വയറ്റിലെത്തിപ്പോയാൽ 40 ദിവസത്തെ അമലുകൾ സ്വീകരിക്കപ്പെടൂല. വഅയ്യുമാ അബ്ദിൻ നബത ലഹ്മുഹു മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമായ ഭക്ഷണത്തിലൂടെ ഉണ്ടായ ശരീരം, ഹറാമായ ഭക്ഷണത്തിലൂടെ ഉണ്ടായ മാംസം, ഹറാമായ ഭക്ഷണത്തിലൂടെ വളർന്നു വന്ന സെല്ല്, അത് അതാ നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഹലാലായത് മാത്രമേ എൻ്റെ കയ്യിലുണ്ടാകാവൂ, എനിക്ക് ലഭിക്കാവൂ എന്ന നിർബന്ധം ഏറ്റവും നന്നായി നമ്മൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു അതാ അവൻ പൊരുത്തപ്പെട്ട നിലക്ക് മാത്രം കാര്യങ്ങൾ നീക്കിക്കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചവന്റെ കോടതിയിൽ മനുഷ്യന്റെ നന്മ തിന്മകൾ വെച്ച് അതാ തൂക്കുന്ന ഒരു സമയമുണ്ട്. അവിടെ ഏറ്റവും വലിയ തൂക്കം കിട്ടുന്ന ഒരു വിഷയം അത് സൽ സ്വഭാവമാണ്. സഹോദരിമാരേ, സഹോദരന്മാരേ, സ്വഭാവം നന്നാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ? ഉമ്മുദ്ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് അതാ ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ ചെന്നപ്പോൾ പറഞ്ഞില്ലേ? അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇന്ന അഫ്ളല ശൈഇൻ ഫിൽ മീസാൻ, മനുഷ്യന്റെ നന്മ തിന്മ തൂക്കുന്നൊരു തുലാസുണ്ട്. നിങ്ങളെ മനസ്സുകൊണ്ട് ശരിയും തെറ്റും തൂക്കി നോക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മനസാക്ഷിക്കുത്തുള്ളത് ചെയ്യരുതെന്ന് പറഞ്ഞു. തൂക്കത്തിൽ അളവും അതുപോലെ തന്നെ തൂക്കവും ചുരുക്കരുതെന്ന് നിന്നലെ പറഞ്ഞു. ഇനി പറയട്ടെ, പടച്ചവന്റെ അടുക്കൽ തൂക്കുന്നൊരു സമയമുണ്ട്. ആ തൂക്കുന്ന സമയത്ത് അതാ അവന്റെ തൂക്കുന്ന തുലാസിലേറ്റവും ബഹുമാനം കിട്ടുന്നൊരു സംഗതി. മറ്റൊരു റിവായത്തിൽ അസ്ഖല ശൈഇൻ ഫിൽ മീസാനി യൗമൽ ഖിയാമ, ഖിയാമനാളിൽ മനുഷ്യന്റെ നന്മ തിന്മ തൂക്കുമ്പോൾ തുലാസിൽ ഏറ്റവും തൂങ്ങുന്നൊരു സംഗതി അൽ ഖുലുഖുൽ ഹസൻ, അത് നല്ല സ്വഭാവമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറുക, അവരെ ചീത്ത പറയാതിരിക്കുക, അവരെ അവഗണിക്കാതിരിക്കുക, അവരെ പീഡിപ്പിക്കാതിരിക്കുക, അവരെ ബാപ്പയെയും ഉമ്മയെയും പറയാതിരിക്കുക. അതുപോലെ മക്കളോട് നല്ല നിലക്ക് പെരുമാറുക, മക്കളോട് വിവേചനം കാണിക്കാതിരിക്കുക. അതുപോലെ ജ്യേഷ്ഠാനുജന്മാർ അവര് പരസ്പരം തെറ്റാതിരിക്കുക, അവര് പരസ്പരം നല്ല സ്വഭാവത്തിൽ ജീവിക്കുക. എല്ലാ ജ്യേഷ്ഠന്മാരും ബഹുമാനമുള്ളവരാണ്. അനുജന്മാര് മക്കളെപ്പോലെ കാരുണ്യം കാണിക്കേണ്ടവരാണ്. അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറുക. ഗുരുനാഥന്മാരും ശിഷ്യന്മാരും നല്ല സ്വഭാവത്തിൽ പെരുമാറുക. അങ്ങനെ തുടങ്ങി ഏത് കക്ഷികളും ആ കക്ഷികളുടെ സ്വഭാവം നന്നാക്കിയാൽ മനുഷ്യന്റെ ത്രാസിലതാ നന്മയുടെ തുലാസിൽ വലിയ തൂക്കം കിട്ടുന്നു. മറ്റൊരു കാര്യം പരമാവധി ദിക്റുകൾ വർദ്ധിപ്പിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാഹ്, ഒരു 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ നിങ്ങൾ ചൊല്ലാറില്ലേ? അത് പ്രത്യേകം സുന്നത്തുള്ളതാണ്. 100 ദിക്ർ, 100 ദിക്റിന് 1000 പ്രതിഫലമാണ്. അത് 5 നേരം ചൊല്ലുമ്പോൾ അതിന് 5000 പ്രതിഫലമാണ്. ചൊല്ലാൻ 2 മിനിറ്റ് മതി. 2 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് 1000 പ്രതിഫലം ലഭിക്കുന്നത്. അത് നഷ്ടപ്പെടുത്താതെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, ഒരു 34 അല്ലാഹു അക്ബർ, അങ്ങനെ 100 ദിക്ർ ചൊല്ലിക്കിടന്നോ. വലിയ വലിയ അടിമകളെ കിട്ടുന്നതിനേക്കാൾ, വലിയ അനുഗ്രഹം ലഭിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. മനുഷ്യന്റെ ത്രാസില് വലിയ തൂക്കം കിട്ടുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ മനസ്സിൽ ഓർമ്മിക്കുകയും ഫതിൽക മിഅത്തുൻ അലൽ ലിസാൻ, അത് 100 ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നാവും ഒരു 100 ദിക്റാണ്. വൽഫുൻ ഫിൽ മീസാൻ, നന്മ തിന്മ തൂക്കുന്ന ത്രാസിലത് 1000മാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ തറക്തുഹാ ബഅദ മാ സമീതുഹാ, നബി തങ്ങളിൽ നിന്ന് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ അത് ഒഴിച്ചിട്ടില്ല.
അപ്പൊരാൾ ചോദിച്ചു, വലാ ലൈലത്ത സിഫീൻ, വലിയ പോരാട്ടം നടന്ന മനസ്സിന് ഏറ്റവും ടെൻഷനുള്ള ദിവസമല്ലേ സിഫീൻ, യുദ്ധത്തിന്റെ ദിവസം. അന്നും നിങ്ങൾ കിടക്കുമ്പോ ഈ 100 ദിക്ർ ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാ ലൈലത്ത സിഫീൻ, അന്നും ഞാൻ കിടക്കുമ്പോ ഈ 1000 പ്രതിഫലം മീസാനിൽ കിട്ടുന്ന 100 ദിക്ർ ചൊല്ലാതെ ഞാൻ കിടന്നിട്ടില്ല. അപ്പൊ ഇത്തരം ദിക്റുകളെ കൊണ്ട് നമ്മുടെ ത്രാസുകളിൽ പടച്ചവന്റെ അടുക്കൽ തൂക്കുന്ന തുലാസിൽ നമുക്ക് നന്മ കിട്ടാൻ വേണ്ടി, തൂക്കം കിട്ടാൻ വേണ്ടി ശ്രമിക്കണം. മറ്റൊന്നാണ് കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ. നാവിന് വളരെ എളുപ്പമുള്ളതാണ്, അല്ലാഹുവിന് വളരെ ഇഷ്ടമുള്ളതാണ്. അതേ സമയത്ത് മനുഷ്യന്റെ നന്മതിന്മ തൂക്കുമ്പോ വലിയ തൂക്കം കിട്ടുന്നതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. എത്രത്തോളം ആ ദിക്ർ വർദ്ധിപ്പിക്കാൻ കഴിയുമോ വർദ്ധിപ്പിച്ചോ മുസ്ലിമേ. മറ്റൊന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിൽ മനുഷ്യന്റെ നന്മതിന്മ തൂക്കുന്ന തുലാസ് കൊണ്ടുവന്ന് വെക്കപ്പെടുന്നു. ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അവന്റെ അതാ നന്മയും തിന്മയും തൂക്കാൻ നിൽക്കുന്നു. തൂക്കി നോക്കുമ്പോൾ അവന്റെ തിന്മ എത്രയോ കൂടുതലാണ്, അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് ഇദാ സായിഹുൻ യസീഹു മിൻ ഇൻദിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ലാ തഅ്ജലൂ ലാ തഅ്ജലൂ, നിങ്ങൾ തിരക്ക് കൂട്ടല്ല, അദ്ദേഹത്തെ നരകത്തിലേക്ക് തിരക്ക് കൂട്ടല്ല. ഫൈന്നഹു ഖദ് ബഖിയ ലഹു, അദ്ദേഹത്തിന് ഒരമലും കൂടി ബാക്കിയുണ്ട്, അതും കൂടി നന്മയുടെ തുലാസിലൊന്ന് വെക്കേണ്ടതുണ്ട്. ഫയുതാബി ബിതാഖത്തിൻ ഫീഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ കൊണ്ടുവരുന്നൊരു ബത്താക്കയുണ്ട്, ഒരു ബിതാക്കയുണ്ട്. ആ ബത്താക്ക കൊണ്ടുവന്ന് നോക്കുമ്പോ, ആ കാർഡ് കൊണ്ടുവന്ന് നോക്കുമ്പോ അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അതിലുള്ളത്. സുബ്ഹാനല്ലാഹ്. ചില കാർഡിന്റെ ശക്തി നമ്മളിപ്പോ കാണുന്നില്ലേ? മൊബൈൽ കാർഡിന്റെ ശക്തി എത്രയാണ്, അതുപോലുള്ള കാർഡിന്റെ ശക്തി എത്രയാണ്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയ കാർഡാണ്. ആ ബിതാക്കയുടെ ശക്തി ചെറുതല്ല. ഫതൂദഉ മഅർ റജുലി ഫീ കഫത്തിൻ ഹത്താ യമീല ബിഹിൽ മീസാൻ. ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ കാർഡങ്ങ് വെക്കുന്നതോടുകൂടി അവന്റെ നന്മയുടെ തട്ടിൽ വല്ലാത്ത തൂക്കം വന്നുപോയി, രക്ഷപ്പെട്ടു പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 1000 പ്രാവശ്യം ചൊല്ലുന്ന ദിക്റിന്റെ ഹൽഖയാണ് സിറാജുൽ ഹുദയുടെ കീഴിൽ മാസത്തിൽ നടക്കാറുള്ളത്. അതിലൊക്കെ പങ്കെടുക്കുന്ന ചില ഭാഗ്യവാന്മാരുണ്ട്. റാത്തീബിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്ന ഭാഗ്യവാന്മാരുണ്ട്. ഹദ്ദാദിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ഭാഗ്യവാന്മാരുണ്ട്. ചുരുങ്ങിയത് 50 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹദ്ദാദിൽ ചൊല്ലിപ്പോകും. മറ്റുള്ള സ്ഥലത്ത് നിസ്കാരത്തിന്റെ ശേഷം ദിക്റും ദുആക്കും ഇരുന്നാൽ ചുരുങ്ങിയത് 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പോകും. ഒരു 5 നേരം കൊണ്ട് 50 നേരത്തത് ചൊല്ലിപ്പോകും. അവിടെ വെച്ച് ഇറങ്ങിയങ്ങ് ഓടിയാൽ അവനുണ്ടോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പിന്നെ സമയം കിട്ടുന്നു. മരിച്ച മയ്യത്തും കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ പാടില്ലെന്നിവരെ പറയുന്നവരില്ലേ, അല്ലാഹ് അവർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹ് സർവ അമ്പിയാക്കളും പറഞ്ഞ വാചകങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുട്ടി ജനിച്ചാൽ ജനിച്ച ഉടനെ തന്നെ അല്ലാഹു അക്ബർ തുടങ്ങിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ വലത്തെ ചെവിട്ടിൽ ബാങ്ക് കേൾപ്പിക്കണം. ഇടത്തെ ചെവിട്ടിലും അതുപോലെ അല്ലാഹു അക്ബർ തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ ഇഖാമത്ത് കേൾപ്പിക്കണം. മരിക്കാൻ നോക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാൻ നോക്കുന്നവനെ കേൾപ്പിക്കണം. അവനൊന്നത് പറഞ്ഞു കിട്ടിയാൽ വലിയ ബഹുമാനം തന്നെ. ഇനിയോ ആ മരിച്ച മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഒരു ഈമാനുള്ള മനുഷ്യന് അതിനേക്കാൾ ബന്ധമുള്ള മറ്റൊരു വാക്കുണ്ടോ? അത് ചൊല്ലരുതെന്ന് പറയുന്ന മനുഷ്യനേക്കാൾ അല്ലാഹുവിന്റെ ദീനുമായി അകന്നു പോയവരുണ്ടോ? അത് ചൊല്ലുമ്പോൾ ഏറ്റവും വെറുപ്പ് പിടിച്ചവൻ അതാ അബൂജഹലാണ്. അത് ചൊല്ലിയതിന്റെ പേരിൽ അക്രമം ചെയ്തവൻ അതേ ഉത്ബത്താണ്, ശൈബത്താണ്. അതിനെ നിഷേധിച്ച് പറഞ്ഞവൻ അബൂലഹബാണ്, ഫിറഔനാണ്, നമ്രൂദാണ്, ഖാറൂനാണ്. അങ്ങനെ നരകക്കാരെല്ലാം ആ കലിമത്തിനെ എതിർത്തവരാണ്. അതേ സമയത്ത് സ്വർഗക്കാരെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചവരാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ചൊല്ലരുതെന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവന്റെ പോക്ക് സ്വർഗത്തിലേക്കല്ലെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ധാരാളം ചൊല്ലണം ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ കലിമത്തിനെ അംഗീകരിച്ചവരാണ്, ഞങ്ങളതിനെ ബഹുമാനിക്കുന്നവരാണ്, അത് ചൊല്ലുന്നതിൽ താല്പര്യമുള്ളവരാണ്. നീ ഞങ്ങളെ രാജാവാണ്, നീ തന്ന അനുഗ്രഹത്തിന് എണ്ണവും കണക്കുമില്ല. നീ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ കലിമത്തിന്റെ അനുയായികളാക്കിയതാണ്. ഞങ്ങൾക്ക് നിന്നോട് കൂട്ടായി പറയാനുള്ളത് ആ കലിമ ചൊല്ലി മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയം വെച്ച മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ ഭാഗ്യം തരണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, അത് ത്രാസിൽ വലിയ തൂക്കം കിട്ടുന്ന ദിക്റാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം. ഞാനിനെ നീട്ടി സംസാരിക്കുന്നില്ല. ഞാനതാ അൽ റഹ്മാൻ സൂറത്തിന്റെ ബാക്കി ആയത്തുകളിലേക്ക് കടക്കട്ടെ.